ആക്ഷൻ ക്രൈം ത്രില്ലർ സസ്പെൻസ് നോവൽ വേട്ടക്കാർ. വായിക്കുന്നത് നിങ്ങളുടെ മിഥുൻ. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും എല്ലാം അടങ്ങിയതായിരുന്നു ആ സംഘം. വാതിലിന്റെ ഇരുപടികളിലും കയ്യമർത്തി ഇന്ദ്രൻ ഒരു മാത്ര ആ കാഴ്ച നോക്കി നിന്നു. വൈരനെ ആക്രമിച്ചതിന്റെ പ്രതികാരത്തിന് വന്നിരിക്കുന്നവർ. കൊളവള്ളിയിലെ ജനങ്ങളെല്ലാം ഉണ്ട്. പന്തങ്ങളുടെ വെളിച്ചം അവന്റെ കണ്ണുകളിൽ രണ്ട് തീക്കുണ്ടങ്ങൾ ഒരുക്കി. പിന്നിൽ അമ്മയുടെയും പെങ്ങന്മാരുടെയും ഭീതി പൂണ്ട മുഖങ്ങൾ, അടക്കം പറച്ചിലുകൾ. ഇന്ദ്ര, ആ വാതിലടച്ചേര്, അല്ലെങ്കിൽ ഇവര് നമ്മളെ. അത് ചെവിക്കൊള്ളാതെ അവൻ തിണ്ണയിലേക്കിറങ്ങി. നേരത്തെ തന്നെ ഉത്തരത്തിൽ തിരികെ വെച്ചിരുന്ന ഒരു വെട്ടുകത്തി എടുത്ത് പിന്നിൽ പിടിച്ചു. പിന്നെ ഉച്ചത്തിൽ തിരക്കി, എന്താ എല്ലാവരും കൂടെ ഈ രാത്രിയില്? എന്റെ ശവം വേണോ നിങ്ങൾക്ക്? അവൻ മുറ്റത്തേക്ക് ചാടി. ജനം ഒരു ചുവട് പിന്നോട്ട് വെച്ചു. കുഞ്ഞെ, നീ കരുതം പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. കൂട്ടത്തിൽ ഒരു വൃദ്ധൻ മുന്നോട്ട് വന്നു. കൊളവള്ളിയിൽ ആകെയുള്ള ഒരു കട നടത്തുന്ന ചാക്കോച്ചൻ. അവൻ അയാളെ തുറച്ചു നോക്കി. വൃദ്ധൻ തുടർന്നു, കഴിഞ്ഞ 45 വർഷമായി ഞാനിവിടെ വന്നിട്ട്, അന്ന് തൊട്ടിന്ന് വരെ പലരുടെയും കൽപ്പനകൾ അനുസരിച്ച് അടിമകളെ പോലെ കഴിയുകയായിരുന്നു ഞങ്ങൾ. ആ വൈരനെ കൊണ്ട് ഞങ്ങളൊക്കെ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. അന്നേരമാ ഒരു സേനാപതിയെ പോലെ മോൻ വന്നത്. ഇനി ഞങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങളാ. അതെ, മറ്റുള്ളവർ ഏറ്റുപറഞ്ഞു. ഇനി ഞങ്ങളുടെ നേതാവ് ഇന്ദ്രനാ. ഒരാൺകുട്ടിയെ ഞങ്ങൾ കാണുന്നത് ഒത്തിരി കാലത്തിന് ശേഷമാ. ഇന്ദ്രന് തന്റെ ശരീരത്തിലൂടെ ഒരു വിദ്യുൽ പ്രവാഹം കടന്നു പോകുന്നത് പോലെ തോന്നി. ഇനി ആ വൈരൻ ചത്താൽ ഞങ്ങളിൽ ആരെയും കുറ്റമേൽക്കും. എന്നാലും നിങ്ങളെ ഞങ്ങൾ പോലീസിന് കൊടുക്കില്ല. ആരവം പോലെയാണ് ജനങ്ങൾ പറഞ്ഞത്. ഒരു ഗ്രാമം മുഴുവൻ തനിക്ക് വീരനായകന്റെ പരിവേഷം തന്നിരിക്കുന്നു. ഇന്ദ്രന് വിശ്വസിക്കാനായില്ല. സുശീലയും പെൺമക്കളും പരസ്പരം നോക്കി. അരുണയും സുഗുണന്റെ ഇളയമകൾ രേഖയും അവർക്കൊപ്പം കൂടി. കാർത്തിയാനി മാത്രം ഇരുളിൽ നിന്ന് പല്ലു ഞെരിച്ചു. അപ്പോൾ ഇന്ദ്രൻ പറയുന്നത് കേട്ടു, ഞാനൊരു ഗുണ്ടയോ വഴക്കാളിയോ ഒന്നുമല്ല. ചവിട്ടി നിന്ന മണ്ണ് കാൽക്കീഴിൽ നിന്ന് വഴുതി പോകുന്നുവെന്ന് തോന്നിയപ്പോൾ പ്രതികരിച്ചെന്നേയുള്ളൂ. അതുകൊണ്ട് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ജനങ്ങൾ. അവർ അവനെ വാരിയെടുത്തു. സിംഹാസനത്തിലേറ്റാതെ, കിരീടമണിയിക്കാതെ അവർ അവനെ തങ്ങളുടെ നേതാവാക്കുകയായിരുന്നു. ഏറെ കഴിഞ്ഞ് ജനം മടങ്ങി. പ്രഭാതമായി. സുഗുണൻ ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. തിരക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിച്ചു. അരുണ കൊണ്ടുകൊടുത്ത കടുങ്കാപ്പിയും കുടിച്ച് പുറത്തേക്ക് നടക്കാൻ ഭാവിക്കുമ്പോൾ മുറ്റത്തിന്റെ കോണിൽ വരെ ലക്ഷ്മിയും ഒപ്പം ചെന്നു. ശിവജിയെ ഒന്ന് വിളിക്കണേ ഏട്ടാ, അവിടെ എന്തായിന്ന് അറിയത്തില്ലല്ലോ. നോക്കട്ടെ. കൊളവള്ളിയിൽ നിന്ന് നടന്ന് സീതാമൗണ്ടിലെത്തിയ ഇന്ദ്രൻ ഒരു STD ബൂത്തിൽ കയറി. ബൂത്തിൽ കാലിന് വൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഉണ്ടായിരുന്നത്. ക്ഷീണഭാവം. അവൻ ഇന്ദ്രനെ സൂക്ഷിച്ചു നോക്കി. ഒന്ന് വിളിക്കണം. ചെറുപ്പക്കാരൻ ഫോണിൽ നേരെ കൈ ചൂണ്ടി. ഇന്ദ്രൻ ചുറ്റുമൊന്ന് ശ്രദ്ധിച്ചു. ക്യാബിനുള്ളിൽ ഫോണില്ലായിരുന്നു. മേശപ്പുറത്തിരുന്ന ഫോണിൽ മാത്രമേ വിളിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അവൻ റിസീവർ എടുത്തു. കോന്നി തെങ്ങുംകാവിലുള്ള സനേഷിന്റെ ബൂത്തിലേക്ക് വിളിച്ചു. 0468224426. അപ്പുറത്ത് ബെൽ മുഴങ്ങി. ഹലോ. ആ ശബ്ദം ഇന്ദ്രൻ തിരിച്ചറിഞ്ഞു. സനേഷ്. ഇന്ദ്രനാ സനേഷേ. ഹോ, 2 ദിവസമായിട്ട് ശിവജി വിളിച്ച് ചോദിക്കുന്നു നീ വിളിച്ചോന്ന്. വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നീ എവിടാ? വയനാട്ടില്. പിന്നെ നാളെ രാവിലെ ഈ നേരത്ത് നിന്റെ ബൂത്തിലെത്താൻ ശിവജിയോട് പറയണം. പറയാം. ബാങ്കർ സത്യനേശന്റെ കാര്യം എന്തായി? മരിച്ചിട്ടില്ല. ഭാഗ്യം. പക്ഷെ ആ ശിവജിയുടെ പിന്നാലെയാ സത്യനേശന്റെ മകനും ആളുകളും. നീ എവിടെയാണെന്ന് ശിവജി പറഞ്ഞു കൊടുക്കണം പോലും. ഇന്ദ്രന്റെ നെഞ്ചിൽ ഒരു ഇടിമിന്നൽ പുളഞ്ഞു. താൻ കാരണം പാവം ശിവജിയും. നാളെ വിളിക്കാം. വല്ല വിധേനയും പറഞ്ഞിട്ട് അവൻ ഫോൺ വെച്ചു. ബൂത്തിലെ ചെറുപ്പക്കാരൻ സാഗൂതം ഇന്ദ്രനെ നോക്കിയിരിക്കുകയായിരുന്നു. പണം വാങ്ങുമ്പോൾ അവൻ തിരക്കി, വൈരനെ കുത്തിയ ചേട്ടന് അല്ലേ? ഇന്ദ്രന്റെ മുഖം ചുളിഞ്ഞു. അവനത് ആവശ്യമായിരുന്നു ചേട്ടാ. നടക്കാൻ കഴിയുമായിരുന്നേല് ഒറ്റ കുത്തിന് അവന്റെ കഥ കഴിക്കാൻ ഒത്തിരി കൊതിച്ചതാ ഞാൻ. ചെറുപ്പക്കാരൻ തന്റെ പകുതി മാത്രമുള്ള വലുതുകാൽ നീട്ടിക്കാണിച്ചു. ഇതെന്ത് പറ്റിയതാ? അവൻ വൈരൻ വെട്ടിമുറിച്ചതാ. ചെറുപ്പക്കാരന്റെ മുഖത്ത് രോഷം തിങ്ങി. എന്റെ പെങ്ങളെ കൺമുന്നിൽ വെച്ച് അയാൾ എതിർക്കാൻ ചെന്നതിന്റെ പ്രതികാരം. അവന്റെ തൊണ്ടയിടറി. വൈരനെക്കുറിച്ച് വീണ്ടും വീണ്ടും അറിയുകയായിരുന്നു ഇന്ദ്രൻ. ബൂത്ത് നടത്തുന്ന ചെറുപ്പക്കാരനുമായി അവൻ അങ്ങനെ പരിചയത്തിലായി. അവന്റെ പേര് വെളുക്കൻ. അവൻ പറഞ്ഞു, ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാ. എപ്പ വേണേലും ചേട്ടനെ ഇവിടെ വന്ന് വിളിക്കാം. ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഇവിടുത്തെ നമ്പർ കൊടുത്താൽ മതി. വെളുക്കനെ വിശ്വസിക്കാമെന്ന് ഇന്ദ്രനും തോന്നി. 11 മണിയോടുകൂടിയാണ് ഇന്ദ്രൻ തിരിച്ചു ചെന്നത്. അപ്പോൾ ചാക്കോയും കൊളവള്ളിക്കാരായ വേറെ ചിലരും തിണ്ണയിൽ കാത്തിരിക്കുകയായിരുന്നു.
അവനെ കണ്ടപാടെ ഭവ്യതയോടെ അവരെഴുന്നേറ്റു. എന്താ എല്ലാവരും വന്നത്? അവൻ ചിരിച്ചു. ഇവർക്ക് മോനോടൊരു സങ്കടം പറയാനുണ്ട്. ചാക്കോ സംസാരിച്ചു. പറഞ്ഞോളൂ. അവൻ തിണ്ണയിലിരുന്നു. ചാക്കോ വിശദീകരിച്ചു. ഇത് ബൊക്കി, അത് ബൊക്കിയുടെ ഭാര്യ കെമ്പി. ഇവരുടെ മോള് ചീരയുടെ കല്യാണം നാളെ നടത്താനിരുന്നതാ. അതിന് തിരുനെല്ലിയിലാ ചെറുക്കന്റെ വീട്. പക്ഷേ ഒരാഴ്ച മുൻപേ വൈരൻ ഇവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഈ വിവാഹം നടത്തരുതെന്ന്. എല്ലാ കാര്യങ്ങളും അടുപ്പിച്ചതാ ഇവര്. പക്ഷെ വൈരൻ പറഞ്ഞതിനാൽ ഇന്ദ്രനൊന്ന് പിടഞ്ഞുണർന്നു. നിങ്ങൾ ആവശ്യമില്ലാതെ ഒരധികാരം വൈരന് കൊടുത്തു. അതാ കാര്യം. നിങ്ങളീ കുളവള്ളിക്കാർ ഒന്നിച്ചു നിന്നാൽ കാര്യം നടക്കത്തില്ലേ? നടക്കും. പക്ഷെ ഇന്നലെ വരെ ഞങ്ങൾക്കതിന് ധൈര്യമില്ലായിരുന്നു. എന്നാൽ ഇന്നുണ്ട്. മോനൊന്ന് കൂടെ നിന്ന് തന്നാ മതി. ഇന്ദ്രൻ ചിന്തിച്ചു. തനിക്കിവിടെ പിടിച്ചു നിൽക്കണം. അച്ഛനുറങ്ങുന്ന ഈ മണ്ണിൽ തനിക്കിവിടെ ഒരു കവചം വേണം. പുറത്തു നിന്നാരെങ്കിലും വന്നാൽ പോലും തന്നെ പെട്ടെന്ന് കൊണ്ടുപോകരുത്. അവൻ തിരക്കി. ചെറുക്കൻ കൂട്ടർ എന്തു പറയുന്നു? അവരെന്തിനും തയ്യാറാ. പക്ഷേ കല്യാണം നടത്തി കബനി നദി കടത്തിവിടണം. ബൊക്കിയാണ് പറഞ്ഞത്. കർണാടകയിലാ ചെറുക്കന് ജോലി. അവൻ അവിടെയും കൊണ്ട് പൊയ്ക്കോളും. ഇന്ദ്രൻ ചിന്തിച്ചു. അപ്പോൾ ഭദ്രകാളിയെപ്പോലെ കല്ലുതുള്ളി കാർത്തിയായനി മുന്നിലെത്തി. ഇന്ദ്ര, നീ വെറുതെ ഒന്നിലും എടുത്തു ചാടണ്ട. വൈരം നിന്നെ കൊത്തി നുറുക്കും. അവൻ ചിരിച്ചു. പിന്നെ ചാക്കോയ്ക്ക് നേരെ തിരിഞ്ഞു. നാളെ തന്നെ കല്യാണം നടക്കണം ചേട്ടാ. ഞാനുണ്ട് കൂടെ. നിങ്ങളെല്ലാം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ. ഉണ്ട്, ഞങ്ങളുണ്ട്. ചാക്കോ ആഹ്ലാദവാനായി. പിന്നെ എനിക്കിവിടുത്തെ കുറെ ചെറുപ്പക്കാരുടെ സഹായം വേണം. അതൊക്കെ ഞങ്ങളേറ്റു. അതിനുള്ളവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പോൾ ഞങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങിക്കോട്ടെ. അവൻ തലയാട്ടി. അവർ സന്തോഷത്തോടെ പോയി. കാർത്തിയായനി മുഖം വെട്ടിച്ച് തിരിഞ്ഞു. സുശീലയും പെൺമക്കളും ആകെ അങ്കലാപ്പിലായി. ഒന്നിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുകയാണ് ഇന്ദ്രൻ. അരുണ മാത്രം പറഞ്ഞു, നന്നായി ഏട്ടാ. അവൾ തന്നെ അവന് ഭക്ഷണം വിളമ്പി. കപ്പ പുഴുങ്ങിയതും കഞ്ഞിയും. ഇന്ന് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം ഇന്ദ്രൻ തീരുമാനിച്ചു. ഉച്ചയോടുകൂടി ആരോഗ്യ ദൃഢഗാത്രരായ 3 ചെറുപ്പക്കാർ അവനെ കാണാനെത്തി. കാരിരുമ്പിന്റെ കരുത്ത് തോന്നിക്കുന്ന ശരീരം. ജംബു, കൂക്കർ, ചാക്കൻ, അതായിരുന്നു അവരുടെ പേര്. അവരുമായി അവൻ കബനി നദിക്കരയിലെത്തി. ഒരു പാറപ്പുറത്തിരുന്നു. കലക്ക വെള്ളമായിരുന്നു നദിയിൽ. പാറകളിലെ വൻ കുഴിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ദ്രൻ സംസാരിച്ചു. ഇവിടുത്തെ ഭൂമിശാസ്ത്രമൊന്നും എനിക്കറിയില്ല. തിരുനെല്ലിയിൽ നിന്ന് ഈ നദിക്ക് അപ്പുറമെത്താൻ മാർഗമുണ്ടോ? ഉണ്ട്. ചാക്കൻ തലയാട്ടി. എങ്കിൽ ചെറുക്കൻ കൂട്ടർ വരുന്നത് അവിടെയായിരിക്കണം. വള്ളത്തിൽ ഇക്കരെ കടക്കണം. മടങ്ങിപ്പോക്കും അങ്ങനെ തന്നെ. എന്താ? അത് മതി. കാരണം വൈരന്റെ ആളുകൾക്ക് ഇവിടെ അവരെ തടയാനുള്ള പഴുത് കിട്ടരുത്. വേണ്ടത് ചെയ്യാം. പിന്നെ എന്തു വന്നാലും പിന്നോട്ട് മാറാത്ത കുറെ ചെറുപ്പക്കാർ നല്ല കരുതലിൽ നമ്മുടെ കൂടെയും വേണം. ഉണ്ട്. ലക്ഷ്യം അല്പമൊന്ന് മാറിയാൽ എല്ലാം കഴിയും. അറിയാം. അക്കരെ കർണാടകത്തിൽ ഒരു പൊടിക്കാറ്റ് വീശുന്നത് ഇന്ദ്രൻ കണ്ടു. അന്ന് പിന്നീട് വിവാഹ വീട്ടിലും പരിസരത്തുമൊക്കെയായിരുന്നു ഇന്ദ്രനും കൂട്ടാളികളും. അതിനിടെ അവൻ പലതും മനസ്സിലാക്കി. ജംബുവും കൂക്കറും ചാക്കനുമൊക്കെ നല്ല തുഴക്കാരാണ്. ഒരിക്കൽ അവർ കള്ളത്തടി വെട്ടിക്കടത്തുന്നതിൽ പങ്കാളികളായിട്ടുമുണ്ട്. വിവാഹ വീട്ടിൽ രാജോചിതമായ സ്വീകരണമായിരുന്നു ഇന്ദ്രന്. മഴ മൂടിക്കിടന്നിരുന്ന പ്രകൃതിക്ക് മേൽ പൊടുന്നനെ വെയിലുണ്ടായ അവസ്ഥയായിരുന്നു ബൊക്കിയുടെ വീട്ടിൽ. ഇനി ഒരിക്കലും തന്റെ വിവാഹം നടക്കില്ലെന്ന് കരുതിയിരുന്ന ചീരയ്ക്ക് ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ച അവസ്ഥയായിരുന്നു. അവൾ ഇന്ദ്രന് കാപ്പി കൊടുത്തു. ഇന്ദ്രൻ അവളെയൊന്ന് നോക്കി. ഇരുനിറമാണെങ്കിലും നിലാവിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ ഒരു പെണ്ണ്. വയനാടൻ മണ്ണിലെ വളക്കൂറ് അപ്പാടെ ഏറ്റുവാങ്ങിയതുപോലെയുള്ള ശരീരം. കരിമിഴികളിൽ കബനിയിലെ ഓളത്തിളക്കം. നിറമാറുകൾ കബനിയിലെ കുഞ്ഞു പാറ പോലെ. ആഹ്ലാദം നിറഞ്ഞ അന്തരീക്ഷം ആ വീട്ടിൽ നിലനിൽക്കുമ്പോൾ പുൽപ്പള്ളിയിലെ ആശുപത്രിയിൽ കിടങ്ങുമാർ ഉച്ചത്തിൽ വാർത്തയറിഞ്ഞ് വൈരൻ അലറി. ഞാൻ വിലക്കിയ കല്യാണം ആ വരത്തൻ നടത്തുകയോ മാസ്തി? അനുചരൻ ഓടിയെത്തി. കേട്ടതൊക്കെ സത്യമാണോടാ? മാസ്തിയുടെ മുഖം താണു. ഒരുക്കങ്ങൾ നടക്കട്ടെ. പക്ഷേ ചീരയുടെ കല്യാണം നടക്കരുത്. എല്ലാം തിരക്കി വെച്ചു. ഞാൻ പറഞ്ഞു തരാം എന്ത് വേണമെന്ന്. മാസ്തി തലയാട്ടി. പിറ്റേന്ന് രാവിലെയാണ് സുഗുണന്റെ വീട്ടിൽ ഇന്ദ്രൻ എത്തിയത്. അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ വിലക്ക് ലംഘിച്ച് അവൻ വേഷം മാറി മടങ്ങി. ജംബുവും കൂക്കറും ചാക്കനും കൊളവള്ളിയിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒരു ജീപ്പിൽ അവർ പെരിക്കല്ലൂരെത്തി. കടവിൽ വള്ളങ്ങൾ ആളുകളെ കേരളത്തിലേക്കും കർണാടകത്തിലേക്കും കടത്തുന്നുണ്ടായിരുന്നു. നിങ്ങൾ അക്കരയ്ക്ക് പൊയ്ക്കോ, ഇന്ദ്രൻ ഒപ്പം വന്നവരോട് പറഞ്ഞു. മൂവരും ആ വള്ളത്തിൽ കയറിപ്പോയി. കൽപ്പടവിൽ നിന്നുകൊണ്ട് ഇന്ദ്രൻ അക്കരയ്ക്ക് നോക്കി. കർണാടക ബോർഡർ, ബൈരക്കുപ്പ.
തിരുനെല്ലിയിൽ നിന്ന് അവിടെ എത്തുന്ന ചെറുക്കനെയും കൂട്ടരെയും സ്വീകരിക്കാൻ 2 വള്ളങ്ങൾ കാത്തു കിടപ്പുണ്ട്. സമയം പിടഞ്ഞു വീണു. ബൈരക്കുപ്പ കടവിലേക്ക് ചെറുക്കനും കൂട്ടരും വരുന്നത് അവൻ കണ്ടു. പടവുകൾ ഇറങ്ങി വന്ന് അവൻ തോണികളിൽ കയറി. തോണികൾ പടിഞ്ഞാറോട്ട് നീങ്ങിയിട്ട് പെരിക്കല്ലൂർ കടവിലേക്ക് സമാന്തരമായി വന്നു. ഏതാണ്ട് മധ്യഭാഗം എത്താറായി. പെട്ടെന്ന് കിഴക്കോട്ടൊഴുകുന്ന കബനി നദിയിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന മുളങ്കാടുകൾക്കിടയിൽ നിന്നൊരാരവം. ഞെട്ടിത്തിരിഞ്ഞ് അവിടേക്ക് നോക്കിയ ഇന്ദ്രൻ കിടുങ്ങിപ്പോയി. 10ഉം 15ഉം വട്ടത്തോണികൾ, അതിൽ 4ഉം 5ഉം പേർ വീതം. ആയുധങ്ങളുമായി അവർ ചെറുക്കൻ കൂട്ടർക്ക് നേരെ തുഴഞ്ഞടുക്കുകയാണ്. അധ്യായം 6. ബൈരക്കുപ്പയും പെരിക്കല്ലൂരും ഒന്നിച്ചു കിടുങ്ങി. കബനി നദിയുടെ മധ്യത്തിലെത്തിയ വരനും കൂട്ടരും പതറിപ്പോയി. ജംബുവും കൂക്കറും ചെറുക്കൻ സഞ്ചരിച്ചിരുന്ന വള്ളത്തിലായിരുന്നു. ചാക്കൻ അടുത്ത വള്ളത്തിലും. അവർ മൂവരും കണ്ണുകൾ കൊണ്ട് പരസ്പരം സംസാരിച്ചു. ആയുധങ്ങളുമായി അട്ടഹസിച്ച് വട്ടത്തോണിയിൽ പാഞ്ഞെടുക്കുന്നത് വൈരന്റെ ആളുകളാണെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ലായിരുന്നു കരയിൽ നിന്നിരുന്ന ഇന്ദ്രന്. കരയിൽ മറ്റു പലരും ഈ കാഴ്ച കണ്ടു നിൽക്കുകയാണ്. അവരിൽ ചിലരെ നോക്കി അവൻ ഒരടയാളം കാണിച്ചു. അടുത്ത നിമിഷം സമീപത്ത് നിന്നിരുന്ന ഒരു മരത്തിൽ കപ്പി കരഞ്ഞു. അതിലൂടെ ഒരു കയർ അതിദ്രുതം താഴേക്ക് വന്നു. വട്ടത്തോണിയിൽ പാഞ്ഞെത്തിയവൻ എന്തിലോ ഇടിച്ച് 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാനാവാതെ നിന്നു. ഇന്ദ്രന്റെ ചുണ്ടിൽ ചിരിയൂറി. വട്ടത്തോണിയിൽ വന്നവർ തെറി വിളിച്ചു. നദിക്കു കുറുകെ കറുത്ത പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വല ഉയർന്നിരിക്കുന്നു. ഉടക്ക് വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനായി വല കുറുകെ കെട്ടിയതുപോലെ. എടാ വരത്ത, അലറിക്കൊണ്ട് മാസ്തി വടിവാൾ കൊണ്ട് വല വെട്ടിമുറിക്കാനാഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ചെറുക്കനും കൂട്ടനും സഞ്ചരിച്ചിരുന്ന തോണി ഇക്കരെ എത്തിക്കഴിഞ്ഞിരുന്നു. ഇന്ദ്രൻ ചെറുക്കനെ സ്വീകരിച്ചു. പിന്നെ ജംബുവിനോടും മറ്റും പറഞ്ഞു, നിങ്ങൾ ഇവരെ ബൊക്കിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോ. കല്യാണം വേഗം നടക്കട്ടെ. അപ്പോൾ ഇന്ദ്രൻ അവരുടെ നെറ്റി ചൊളിഞ്ഞു. ഞാനിവിടെ നിൽക്കാം, അല്പം പണി കൂടിയുണ്ട്. പെണ്ണിനെ അക്കരെ കടത്തിവിടണ്ടേ. മനസ്സില്ലാ മനസ്സോടെ അവർ പോയി. മാസ്തിയും കൂട്ടനും വല വെട്ടിമുറിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എടാ, ഇന്ദ്രൻ വിളിച്ചു, ഞാൻ 10 വരെ എണ്ണുന്നതിന് മുൻപ് ജീവൻ വേണ്ടവർ മടങ്ങിപ്പൊയ്ക്കോണം. പോകാൻ തന്നെയാടാ വരത്താ ഞങ്ങൾ വന്നത്. നിന്നെ കൊത്തിയെരിഞ്ഞ് കബനി നദിയിലെ മീനുകൾക്ക് തീറ്റ കൊടുത്തിട്ട്. മാസ്തിയിൽ നിന്ന് മറുപടി വന്നു. അവർ കരയ്ക്ക് കയറിയാൽ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കില്ലെന്ന് ഇന്ദ്രന് ഉറപ്പായിരുന്നു. അവൻ ഒരു സിഗരറ്റ് കത്തിച്ചു. നേരത്തെ വല വലിച്ചുയർത്തിയ ചെറുപ്പക്കാരനെ നോക്കി. അവൻ ഒരു സഞ്ചി കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. ഇന്ദ്രൻ അതിൽ കൈയിട്ട് ഒരു സാധനമെടുത്തു. ചെറിയ പന്തോളം വലിപ്പമുള്ള ഒന്ന്. വലിയ പടക്കം പോലെ അതിൽ ചരടുകെട്ടി മുറുക്കിയിരുന്നു. അതിന്റെ തിരിയിലേക്ക് അവൻ സിഗരറ്റിലെ തീ പടർത്തി. പിന്നെ വലയ്ക്കിപ്പുറത്തേക്ക് നദിയിൽ വലിച്ചിടയേറ്. ഒറ്റ നിമിഷം നദിയിലെ വെള്ളം ഒരു ശബ്ദത്തോടെ മാനത്തേക്ക് ഉയർന്നു ചിതറി. അതിന്റെ ശക്തിയിൽ 4-5 വട്ടത്തോണികൾ ഇളകി വീണു. കുറെ പേർ നദിക്ക് നടുവിലായി. ആ സംഘം ശരിക്ക് പതറി. ഇന്ദ്രൻ അടുത്ത തോട്ടയെടുത്തു. ഇനി നിൽക്കാൻ ധൈര്യമുള്ളവരെ ഒന്ന് കാണട്ടടാ. വെള്ളത്തിൽ വീണവർ വല്ലവിധേനയും വട്ടത്തോണികളിൽ പിടിച്ചു കയറി. നിന്നെ കാണിച്ചു തരാമടാ എന്ന മുന്നറിയിപ്പോടെ വന്ന വഴിയെ പതുക്കെ പിൻവലിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ചീരയും ചെക്കനുമൊക്കെ എത്തി. അവൾ ഇന്ദ്രന്റെ കാൽ തൊട്ടു വന്ദിച്ചു. ബൊക്കിയും കെമ്പിയും ചാക്കോയും മറ്റും അടങ്ങുന്ന കൊളവള്ളിക്കാർ അവന്റെ മുന്നിൽ വിനയാന്വിതരായി നന്ദിയോടെ നിന്നു. തങ്ങളുടെ നേതാവാണിവൻ, കൊളവള്ളിയുടെ രക്ഷകൻ. വിവാഹ പാർട്ടിയെ അക്കരെ കടത്തിവിട്ടു. ഇന്ദ്രനെ തോളിലേറ്റി കുളവള്ളിക്കാർ ആനന്ദ നൃത്തം ചെയ്തു. ആ നേരത്ത് പത്തനാപുരത്ത് വേറെ ചിലത് സംഭവിക്കുകയായിരുന്നു. തെങ്ങുകാവിലെ സനേഷിന്റെ ബോത്തിൽ ഏറെ നേരം കാത്തിരുന്നു ശിവജി. വിളിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇന്ദ്രൻ വിളിക്കാതെ വന്നപ്പോൾ അവൻ പത്തനാപുരത്തിന് മടങ്ങി. നെടുമ്പറമ്പിലെ ഒരു വീടിന്റെ പ്ലംബിങ്ങിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. നേരെ അവിടേക്ക് പോയി. ഉച്ചയായപ്പോൾ ഒരു ജീപ്പിൽ ചിലർ അവനെ തേടിയെത്തി. ബാങ്കർ സത്യനേശന്റെ മകൻ വിശ്വന്റെ ആളുകൾ. നിനക്ക് തന്നിരുന്ന സമയം കഴിഞ്ഞു. എങ്കിലും ഇന്ന് സന്ധ്യ വരെ നീട്ടിത്തരികയാണ്. കരുണനും കുടുംബവും എവിടെയാണെന്ന് പറഞ്ഞു തന്നില്ലെങ്കിൽ നീ അനുഭവിക്കാൻ തുടങ്ങും, ഓർത്തോ. അവന്റെ മറുപടിക്ക് കാക്കാതെ അവർ മടങ്ങി. ശിവജിക്ക് ആധിയായി. പണി തീർന്നപ്പോൾ നേരം സന്ധ്യയോടടുത്തു. പത്തനാപുരം ടൗണിൽ പോകാതെ പോലീസ് സ്റ്റേഷന് കിഴക്ക് ഭാഗത്തുകൂടി കുറുക്കു വഴിയെ അവൻ ആൽത്തറക്കടുത്തെത്തി വീട്ടിലേക്ക് നടന്നു. ഇടയ്ക്കിടെ ജാക്കി വാസുവോ മറ്റോ പിന്നാലെ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നുമുണ്ടായിരുന്നു. വീടെത്തി. ശാരി നിലവിളക്കിന് മുന്നിൽ ഉണ്ടായിരുന്നു. അമ്മ എന്തേടി? അവൻ തിരക്കി. അപ്പോഴേക്കും അമ്മണിയമ്മ ഇറങ്ങി വന്നു. എന്താടാ? എന്നെ തിരക്കി ആരേലും ഇവിടെ വന്നിരുന്നോ? ഇല്ല. ആര് വന്നോന്നാടാ? വെറുതെ ചോദിച്ചതാ. വേഷം മാറിയിട്ട് അവൻ കുളിപ്പുരയിലേക്ക് പോയി. നല്ല മഴക്കാറുണ്ടായിരുന്നു. കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും മഴ തുടങ്ങി. അവൻ വേഗം തിണ്ണയിലേക്ക് കയറി. ശകുന്തളെ, ഒരു തോർത്തിങ് എടുത്തേടി. ചേച്ചിങ്ങി വന്നില്ല, ശാരി പറഞ്ഞു.
എവിടെ പോയതാ അവള്? രാധികയുടെ വീട്ടിൽ. നാളെ അവിടെ കല്യാണം ഉറപ്പല്ലയോ? എന്ന് വെച്ച് ഈ നേരം ഇരുട്ടുന്നത് വരെ അവിടെ ഇരിക്കണോ? ശാരി മറുപടി പറഞ്ഞില്ല. മഴയ്ക്ക് വീണ്ടും ശക്തിയേറി തുടങ്ങി. 4 വീടുകൾക്ക് അപ്പുറത്താണ് രാധികയുടെ വീട്. വിളിച്ചാൽ കേൾക്കാവുന്ന അകലമേ ഉള്ളൂ. ഏട്ടൻ വന്നു കാണും രാധികെ, ഞാൻ രാവിലെ ഇങ്ങി വരാം പറഞ്ഞിട്ട് കുടയുമായി ശകുന്തള മഴയിലേക്കിറങ്ങി. പന്തലിൽ ആളുകൾ പലവിധ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. റോഡിൽ അരയടിയോളം വെള്ളം. ശകുന്തള സാരി അല്പം ഉയർത്തിപ്പിടിച്ചു. വീടുകൾക്കിടയിലുള്ള ഭാഗത്ത് വാഴത്തോട്ടമാണ്. തന്റെ വീട്ടിലെ വെളിച്ചം ശകുന്തള കണ്ടു. പെട്ടെന്നൊരു രൂപം വാഴത്തോട്ടത്തിൽ നിന്ന് റോഡിലേക്ക് ചാടി. ശകുന്തള കിടുങ്ങിപ്പോയി. ആരാ? മറുപടിയില്ല. ഒരു പ്രതിമ പോലെ നിൽക്കുകയാണയാൾ. മഴക്കോട്ടണിഞ്ഞിട്ടുണ്ട്. അതിൽ വെള്ളം വീണ് തെറിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ കണ്ടു. 8 മണി കഴിഞ്ഞല്ലോടാ, നീ പോയി ആ പെണ്ണിനെ ഇങ്ങി വിളിച്ചോണ്ട് വാ. പേടിച്ചു നിൽക്കുകയായിരിക്കും അവിടെ. അമ്മിണിയമ്മ പറഞ്ഞപ്പോൾ ശിവജി അവരെ ഒന്ന് തുറച്ചു നോക്കി. പോകുന്നത് എവിടെയാണെങ്കിലും സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങ് വരണമെന്ന് പറഞ്ഞുകൂടായിരുന്നു അമ്മയ്ക്ക്? ഇനിയും പറയാം, നീ പോയി ഇങ്ങി വിളിച്ചോണ്ട് വാ. കുടയുമായി ശിവജി ഇറങ്ങിപ്പോയി. വളരെ പെട്ടെന്ന് തന്നെ മടങ്ങി വന്നു. അവളിങ്ങി വന്നോ അമ്മേ? ഇല്ല. അമ്മിണിയമ്മയുടെ നെഞ്ചിൽ തീയാളി. ഇങ്ങി വന്നോ ശിവജി? റോഡിൽ നിന്നാരെ വിളിച്ചു ചോദിക്കുന്നു. ഇല്ല. അമ്മയോട് കൂടുതലൊന്നും പറയാതെ അവൻ റോഡിലേക്ക് എത്തി. രാധികയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന കുറെ പേരായിരുന്നു റോഡിൽ. ഒരു 15 മിനിറ്റേ ആയി കാണത്തുള്ളൂ അവിടെ നിന്ന് പോന്നിട്ട്. ടോർച്ചും മറ്റുമായി അവർ തിരഞ്ഞു തുടങ്ങി. ഓടയിൽ വെള്ളത്തിൽ പകുതി താണു കിടക്കുന്ന ഒരു കുട മാത്രം അവർക്ക് കിട്ടി. ശകുന്തള പിന്നെ എവിടെ പോയി? ആളുകൾ പരസ്പരം നോക്കി. ശിവജിയുടെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു. വിശ്വൻ. അമ്മിണിയമ്മയും ശാരിയും വാവിട്ട് നിലവിളിച്ചു. ശിവജി എന്തോ തീരുമാനിച്ചുറച്ച മട്ടിൽ പത്തനാപുരത്തിന് നടന്നു. ഇടയ്ക്ക് വെച്ച് അവൻ ഒരു ഓട്ടോയ്ക്ക് കൈകാണിച്ചു. അലാറം തങ്കപ്പനായിരുന്നു ഓട്ടോയിൽ. എന്താ ശിവജി? അവൻ കാര്യം പറഞ്ഞു. എങ്കിൽ നമുക്കുടനെ സത്യനേശൻ മുതലാളിയുടെ വീട്ടിലേക്ക് പോകാം. ശിവജി കയറി. ഓട്ടോ പത്തനാപുരം കൊട്ടാരക്കര റോഡിലൂടെ പാഞ്ഞു. ഏകദേശം 3 കിലോമീറ്റർ. സത്യമൊക്കിലെത്തി. ഓട്ടോ വലത്തേക്ക് തിരിഞ്ഞ് ചെറിയ കയറ്റം കയറി. അല്പം കഴിഞ്ഞ് ഇടതുവശത്തെ കൂറ്റൻ കെട്ടിടത്തിന്റെ ഗേറ്റിന് മുന്നിൽ നിർത്തി. ഗേറ്റിനുള്ളിൽ ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. തങ്കപ്പൻ ഹോണടിച്ചു. വാച്ചറുടെ മുറിയിൽ നിന്ന് ഒരാൾ കുടയുമായി ഇറങ്ങി വന്നു. ഭൂമി വിണ്ടു കീറുന്നത് പോലെ ഒരു മിന്നലുണ്ടായി. എന്താ? ഗേറ്റ് തുറക്കാതെ വാച്ചർ തിരക്കി. വിശ്വൻ മുതലാളിയെ ഒന്ന് കാണണം. ഇവിടില്ല, പീരുമേട്ടിലെ എസ്റ്റേറ്റിൽ പോയിരിക്കുക. ശിവജി തളർന്നുപോയി. എന്തു ചെയ്യും തങ്കപ്പേട്ട? അലാറം തങ്കപ്പന് അതിന് മറുപടിയില്ലായിരുന്നു. എന്നാൽ പീരുമേട്ടിലൊന്നും പോയിരുന്നില്ല വിശ്വൻ. ചിതൽ വെട്ടി എസ്റ്റേറ്റിനരികിലെ കുമരക്കുടിയിലെ ഒരു വാറ്റ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു അയാൾ. കുപ്പിയിലേക്ക് വീണ ചൂട് തലച്ചാരായം ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് അതിൽ ചെറുതേൻ ഒഴിച്ച് വിശ്വന് നീട്ടുകയായിരുന്നു ജാക്കി വാസു. ഇതൊന്ന് നോക്കിക്കേ കൊച്ചു മുതലാളി. വിശ്വൻ അത് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു. സുഖകരമായ ഒരു ഗന്ധം. നാവിൽ വെള്ളമൂറി. ഒറ്റവരിക്ക് വിശ്വൻ അകത്താക്കി. കൊള്ളാം സ്വയംഭൻ. താഴെ പാറകളിൽ തട്ടി വെള്ളമൊഴുകുന്നതിന്റെ മുഴക്കം. അവന്മാരെ കാണുന്നില്ലല്ലോ. പെട്ടെന്ന് സെൽഫോൺ ശബ്ദിച്ചു. വിശ്വൻ അതെടുത്തു. മുതലാളി, ആ ശിവജി ഇവിടെ തിരക്കി വന്നിരുന്നു. വാച്ചറുടെ ശബ്ദം. ആ. വിശ്വന്റെ കണ്ണുകൾ തിളങ്ങി. അയാൾ ഫോൺ കീശയിലിട്ടു. കിളി ഇപ്പോഴിങ്ങെത്തും. പറഞ്ഞു നിർത്തും മുൻപ് താഴെ നിന്ന് ഒരു വാഹനത്തിന്റെ വെളിച്ചം കണ്ടു. ജാക്കി വാസു വാതിൽക്കലേക്ക് ചെന്നു. അല്പം കഴിഞ്ഞപ്പോൾ നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളോടെ ശകുന്തളയെ അയാൾ വിശ്വന്റെ മുന്നിലെത്തിച്ചു. എന്താ വാസു ഇത്? എന്തിനാ ഇവളെ ഇവിടെ കൊണ്ടുവന്നത്? വിശ്വന്റെ മുഖത്ത് സഹതാപം തിങ്ങി. നനഞ്ഞ കൺപീലികൾക്കിടയിലൂടെ വിശ്വനെ നോക്കി ശകുന്തള തൊഴുതു. രക്ഷിക്കണം കൊച്ചു മുതലാളി. തീർച്ചയായും. അയാൾ എഴുന്നേറ്റു. വാസു, ഈ കുട്ടിയെ ഉടനെ വീട്ടിൽ കൊണ്ടുപോയി വിടണം. വിടാം. എന്താ ഉണ്ടായത്? നീ വന്നേ, ചോദിക്കട്ടെ. വിശ്വൻ അവളുടെ കയ്യിൽ പിടിച്ചു. തീപ്പൊള്ളൽ ഏറ്റതുപോലെ ശകുന്തള പിടഞ്ഞുപോയി. വാ. അയാൾ അവളെ തൊട്ടടുത്ത മുറിയിലെത്തിച്ചു. ഒരു കിടപ്പറ. ശകുന്തളയുടെ നടുക്കം പൂർണ്ണമായി. CFL ലാമ്പിന്റെ പാൽ വെളിച്ചത്തിൽ വിശ്വൻ അവളെ അടിമുടിയൊന്ന് നോക്കി. നനഞ്ഞൊട്ടിയ സാരിക്കും ബ്ലൗസിനുമിടയിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന ശകുന്തളയുടെ നിറ യൗവനം. താൻ വിവസ്ത്രയാക്കപ്പെട്ടതുപോലെ ശകുന്തള ചൂളി. മുതലാളി, എനിക്ക് പോണം. വിട്ടേക്കാം. പക്ഷേ നനഞ്ഞൊലിച്ച് നീ ഇങ്ങനെ നിന്നാൽ പനി പിടിച്ച് ചത്തുപോകും പെണ്ണെ. അയാൾ ഒരു ടർക്കി എടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞുകൊടുത്തു. ശകുന്തള ഒന്ന് മടിച്ചു. തുവർത്ത്. എന്നിട്ട് ഉച്ചിയിലിത്തിരി രാസ്നാദിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. മടിച്ച് അവൾ തലമുടി മുന്നോട്ടിട്ട് അല്പം കുനിഞ്ഞു നിന്ന് തുവർത്താൻ തുടങ്ങി.
അപ്പോൾ അവളുടെ അടിവയറും പുറംവടിവും വ്യക്തമായി കണ്ടു വിശ്വൻ. ഒരു കുട്ടി ഐസ്ക്രീം നുണയുന്നത് പോലെ ചുണ്ടെന്ന് നുണഞ്ഞു. ശകുന്തള തല തുവർത്തി. പെട്ടെന്ന് തന്റെ പിന്നിൽ ആരോ തഴുകിയപ്പോൾ അവൾ കിടുങ്ങി. തെന്നിമാറാൻ കഴിഞ്ഞില്ല. പിന്നിലൂടെ വന്ന ഒരു കൈ അവളെ അരയ്ക്ക് ചുറ്റി പിന്നോട്ട് വലിച്ചു. ശകുന്തളെ! കാതിൽ വിശ്വന്റെ ശബ്ദം. കഴുത്തിൽ അയാളുടെ താടി ഉരസി. വിടു മുതലാളി! അവൾ കുതറാനാഞ്ഞു. കഴിഞ്ഞില്ല. ഇപ്പം വിട്ടേക്കാം. നിന്റെ ഈ നനഞ്ഞ തുണിയൊക്കെ ഞാനങ്ങ് മാറ്റിയേക്കാം. വേണ്ട, വേണ്ട മുതലാളി! ഒരു കൈകൊണ്ട് അപ്പോഴേക്കും അവളുടെ മുഖം ബലമായി പിടിച്ചു തിരിച്ച് ആ ചുണ്ടിലേക്ക് അയാൾ തന്റെ മുഖം അടുപ്പിച്ചു. ശ്വാസം മുട്ടിയതുപോലെ ശകുന്തള ഒന്ന് പിടഞ്ഞു. അവളുടെ സാരി കുത്തടിക്കുകയായിരുന്നു അപ്പോൾ വിശ്വൻ. കുറച്ചു നേരത്തെ ചെറുത്തുനിൽപ്പിന് ശേഷം ക്രമേണ അവൾ തളർന്നു തുടങ്ങി. വിശ്വൻ അവളെ കിടക്കയിലേക്ക് ചായ്ച്ചു. അതിനിടെ തിരക്കി. ഇന്ദ്രനൊക്കെ എങ്ങോട്ടാ പോയത്? എനിക്ക് അറിയത്തില്ല. അവൾ പിറുപിറുത്തു. നന്നായി. നിന്റെ അനിയത്തിക്കും അറിയാതിരിക്കട്ടെ. ശകുന്തളയുടെ പതനം പൂർണ്ണമായി. പ്രകൃതി പ്രതിഷേധിച്ചു കൊണ്ടിരുന്നു. മഴയൊന്നടങ്ങി. വാറ്റ് കേന്ദ്രത്തിലെ അവസാനത്തെ ആളും ശകുന്തളയുടെ ഇളം മേനിയുടെ ചൂടറിഞ്ഞു. ചത്തോ കെട്ടൊന്നൊന്നും നോക്കണ്ട. യാത്ര പറയാൻ നേരം വിശ്വൻ വാസുവിനെ വിളിച്ചു പറഞ്ഞു. ശിവജിയുടെ പെങ്ങളെ ഇനി ആരും കാണണ്ട, മനസ്സിലായോ? വാസു തലയാട്ടി. വിശ്വൻ മടങ്ങി. പിന്നെ കാര്യങ്ങൾ വേഗത്തിലാണ് വാസുവും സംഘവും നടത്തിയത്. ആൾ നീളത്തിൽ വെട്ടിക്കീറി അടുക്കി വെച്ചിരുന്ന വിറകുകൾ കുറെ അവർ തറയിൽ നിരത്തി. അതിനിടയിൽ കയറും ഇട്ടിരുന്നു. തുണിയിൽ പൊതിഞ്ഞ ശകുന്തളയെ അതിൽ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ അവളുടെ ഇരുവശത്തും മുകളിലും വിറകുകൾ അടുക്കി വെച്ചു. കയർ കൊണ്ട് മുറുക്കി കെട്ടി. തലയുടെയും കാലുകളുടെയും ഭാഗത്ത് ചെറു വിറകുകളും കുത്തിത്തിരുകി. ഇപ്പോൾ കണ്ടാൽ അതൊരു വിറക് കെട്ട് മാത്രം. ആ കെട്ട് ഒരു ടെമ്പോയിൽ കയറ്റി. അവിടെ നിന്ന് നേരെ കൊട്ടാരക്കരയ്ക്ക്. മയിലത്ത് വിശ്വന് ഇഷ്ടികച്ചൂളയുണ്ടായിരുന്നു. 4-5 കളങ്ങളിലായി പലതരം പാകമെത്തിയ ഇഷ്ടികകൾ. ചുറ്റും ചെളിയും മണ്ണും കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ്. വാച്ചർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നാളെ രാവിലെ തീയിടുന്ന കളമേതാടാ? അതാ. അയാൾ കൈ ചൂണ്ടി. ടെമ്പോ അവിടേക്ക് നീങ്ങി. വിറകടുക്കി ചെള്ളതേച്ചി പിടിപ്പിച്ചിരുന്ന ഒരു ഭാഗം ഇളക്കി. കുറെ വിറകുമുട്ടികൾ വലിച്ച് പുറത്തിട്ടിട്ട് ടെമ്പോയിൽ നിന്നിറക്കിയ ശകുന്തളയുടെ ശരീരം അടങ്ങിയ വിറക് കെട്ട് അതിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. ഒരു കന്നാസ് എടുത്ത് അതിൽ പെട്രോളും തളിച്ചു. പിന്നാലെ വീണ്ടും പറങ്കിമാവിൻ മുട്ടികൾ കയറ്റി. എല്ലാം ഭദ്രം. വാസു ഒരു തീപ്പെട്ടി ഉരച്ച് അകത്തേക്കെറിഞ്ഞു. ചൂളയ്ക്ക് തീ പിടിച്ചു തുടങ്ങി. മടങ്ങും വഴി വാസു വാച്ചറോട് പറഞ്ഞു. വെളുപ്പിന് വിശ്വൻ മുതലാളിയാണ് ചൂളയ്ക്ക് തീ കൊടുത്തത്. ആര് ചോദിച്ചാലും അങ്ങനെയേ പറയാവൂ, മനസ്സിലായല്ലോ? വാച്ചർ തലയാട്ടി. നേരം പുലർന്നു. ശിവജി പെങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടർന്നു. തുമ്പൊന്നും കിട്ടിയില്ല. പോലീസിൽ പരാതിപ്പെട്ടു. പരാതി വായിച്ചു നോക്കിയിട്ട് SI മാർത്താണ്ഡൻ ചിരിച്ചു. പെങ്ങള് നിന്റേതല്ലേടാ. ആ ഇന്ദ്രന്റെ കൂടെയോ മറ്റോ ചാടിപ്പോയി കാണും. അവൻ പല്ല് കടിച്ചതല്ലാതെ മിണ്ടിയില്ല. അന്ന് വൈകിട്ട് കൊളവള്ളിയിലെ തന്റെ വസതിയിൽ സുഗുണൻ മടങ്ങിയെത്തി. അവിടെ ഉണ്ടായിരുന്നു ഇന്ദ്രൻ. ചിറ്റപ്പൻ എവിടെയായിരുന്നു? അവൻ എഴുന്നേറ്റു. അറിഞ്ഞിട്ടെന്തിനാടാ? അവിടെയും സ്വസ്ഥത തരാതിരിക്കാനാണോ? മുഖമടിച്ച് ഒരടി കിട്ടിയതുപോലെയാണ് ഇന്ദ്രന് തോന്നിയത്. കാർത്തിയാനി വാതിൽക്കലെത്തി. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. സുശീലയെ കണ്ട ഭാവം നടിക്കാതെ അയാൾ അകത്തേക്ക് പോയി. കുറെ കഴിഞ്ഞ് ഇന്ദ്രന്റെ അടുത്തെത്തി. നീ വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ചായാൽ ശരിയാവില്ല. ഇന്ദ്രൻ അയാളുടെ കൂടെ ഇറങ്ങി. റോഡ് മുറിച്ച് അവർ നദീതീരത്തേക്ക് നടന്നു. നീ ഇവിടത്തുകാരുടെ നേതാവായെന്ന് കേട്ടല്ലോ. അല്ല ചിറ്റപ്പ, അത് ആറ്റുതീരത്ത് കുറെ പൊന്തക്കാടുകൾ നിൽക്കുന്ന ഭാഗത്തെ പാറപ്പുറത്ത് അവരെത്തി. ആരാടാ അത്? ഒരലർച്ച. ഇരുവരും ഞെട്ടിത്തിരിഞ്ഞു. 10-12 പേർ പാറയ്ക്ക് ചുറ്റും വലയം തീർത്തിരിക്കുന്നു. രക്ഷപ്പെട്ടോ ഇന്ദ്ര? പറഞ്ഞതും സുഗുണൻ ഒറ്റ ഓട്ടം. ഇന്ദ്രന് ഓടാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് ആ സംഘം അവനെ വളഞ്ഞു. ആയുധങ്ങൾ ചീറി വന്നു. ഇന്ദ്രൻ പാറയിലേക്ക് അമർന്നു. ആയുധങ്ങൾ ഉയർന്നു താണു. ചോര ചീറ്റി. അവന്റെ നിലവിളി മങ്ങിത്തുടങ്ങിയ പ്രകൃതി ഏറ്റുപിടിച്ചു. അധ്യായം 7. കൊളവള്ളിക്കാർക്ക് ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. മാസ്തി ഒന്ന് കാറിത്തുപ്പി. ഇവിടെ ജനിച്ചു വളർന്ന ഞങ്ങൾക്കറിയാമടാ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന്. പാറപ്പുറത്ത് രക്തം വാർന്നൊലിച്ച് കിടക്കുന്നതിനിടയിൽ ഇന്ദ്രൻ ഒന്നനങ്ങി. ചുറ്റും നിന്നിരുന്നവർ ചോര ഒഴുകുന്ന ആയുധങ്ങൾ ഉയർത്തി അട്ടഹസിച്ചു. കബനി നദിയുടെ ആഴവും പാറകളുടെ വിള്ളലും എങ്ങനെയുണ്ടെന്ന് കൂടി ചാകുന്നതിന് മുൻപ് ഇവനെ അറിയിക്കണ്ടേ മാസ്തി? ഒരാൾ തിരക്കി. അയ്യോ വേണം, അല്ലേല് ഇവന്റെ ആത്മാവങ്ങ് നരകത്തിലോട്ട് പോകില്ലെന്നേ. വെള്ളം, വെള്ളം. ഇന്ദ്രന്റെ ചുണ്ടുകൾ ഒന്നനങ്ങി.
നിനക്ക് വയറ് നിറച്ച് വെള്ളം കുടിക്കാനുള്ള അവസരമില്ലയോ ഞങ്ങൾ തരാൻ പോണത്? അത് ഇന്ദ്രൻ കേട്ടോന്നറിയില്ല. മാസ്തി ഒപ്പമുള്ളവർക്ക് നിർദ്ദേശം നൽകി. അടുത്ത വറവുകാലത്ത് പാറയിടുക്കില് പായല് പിടിച്ച ഇവന്റെ അസ്ഥിയെ എല്ലാവരും കാണാവൂ. മനസ്സിലായ മട്ടിൽ അവർ തലയാട്ടി. ഇവിടെ ഞങ്ങള് വയനാട്ടുകാർക്ക് ചില പുതിയ രീതികളൊക്കെയുണ്ട് കേട്ടോടാ. മാസ്തി പാറപ്പുറത്തിരുന്ന് ഒരു കഞ്ചാവ് ബീഡി കത്തിച്ചു. 3 പേർ ഓരോ ചെറിയ കയർത്തുണ്ടുകളുമായി മുന്നോട്ട് വന്നു. ഇന്ദ്രനെ മലർത്തിക്കിടത്തി. ഒരാൾ കാലിന്റെ തള്ളവിരൽ ചേർത്ത് കെട്ടി. അടുത്തയാൾ അവന്റെ കൈകൾ വയറിന് മീതെ വെച്ച് അവയും ചേർത്ത് കെട്ടി. മൂന്നാമൻ കയർ താടിക്ക് അടിയിലൂടെ എടുത്ത് ചെവികൾക്ക് പിന്നിലൂടെ ഉച്ചിയിൽ കെട്ടിമുറുക്കി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കിടക്കുന്ന ഒരു ശവം പോലെ തോന്നിക്കുമായിരുന്നു അപ്പോൾ ഇന്ദ്രൻ. ഇനി മരണവെപ്രാളത്തിനിടയിൽ വായി തുറന്ന് ഒരു തുള്ളി കുടിക്കാൻ പോലും അവന് കഴിയുമായിരുന്നില്ല. അവർ അവന്റെ കാലിലും കൈയിലും പിടിച്ചുയർത്തി വലിയൊരു പാറയുടെ മധ്യത്തിൽ കിണർ പോലെയുള്ള വിള്ളൽ ലാക്കാക്കി ആഞ്ഞെറിഞ്ഞു. ജലം മുകളിലേക്ക് ഉയർന്നു. ഇന്ദ്രന്റെ ശരീരം താണുപോയി. ഇരുൾ വീണു കഴിഞ്ഞെങ്കിലും ഏതാനും കുമിളകൾ ജലപ്പരപ്പിൽ വന്ന് പൊട്ടുന്നത് കണ്ടു നിന്നിട്ട് ആ സംഘം വിജയാരവങ്ങളോടെ മടങ്ങി. അടുത്ത നിമിഷം തൊട്ടപ്പുറത്തെ പാറയുടെ മറവിൽ ഒരു വട്ടത്തോണിയുടെ അഗ്രം തെളിഞ്ഞു. വെള്ളത്തിൽ തുഴ തിടുക്കത്തിൽ പതിക്കുന്ന ശബ്ദം. ഒഴുക്കിന്റെ ദിശയിലേക്ക് വട്ടത്തോണി വെട്ടിമാറി. അതിലിരുന്ന ആൾ തിടുക്കത്തിൽ തുഴ കൊണ്ട് വെള്ളത്തിൽ ചാലുകീറി. തോണി വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് പാറയ്ക്ക് നേരെ അടുത്തു. ആ രൂപം പാറവക്കിലേക്ക് ചാടി ഉയർന്ന് ഒരു ഉടുമ്പിനെ പോലെ പിടിച്ചു തൂങ്ങി മുകളിലേക്ക് ഉയർന്ന് നിവർന്നു. ഇരുട്ടിലും വജ്രം പോലെ തിളക്കമാർന്ന കണ്ണുകൾ കൊണ്ട് ചുറ്റും ഒന്നു നോക്കി. പല്ലുകൾ ഞെരിഞ്ഞുടയുന്ന ഒച്ച. അതൊരു സ്ത്രീരൂപം ആയിരുന്നു. അവളുടെ മുടിയിഴകൾ കാറ്റിലിളകി. വട്ടത്തോണിയിൽ നിന്ന് ഒരു നീർക്കാക്കയെ പോലെ അവൾ വെള്ളത്തിലേക്ക് കുതിച്ചു. കുറച്ച് ഇരുട്ടിയതിനു ശേഷമാണ് സുഗുണൻ വീട്ടിൽ മടങ്ങിയെത്തിയത്. സുശീലയും മക്കളും അകത്തായിരുന്നു. ഓ, നിങ്ങളിങ്ങ് വന്നോ? ഞാൻ കരുതി പിന്നെയും ആ വഴിയങ്ങ് പോയെന്ന്. കാർത്തിയായനി മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. എന്തിയെ നിങ്ങളുടെ ചേട്ടന്റെ മോൻ? അവനിങ്ങി വന്നില്ലേ? ഇത് നല്ല കൂത്ത്. വന്നാ പിന്നെ എനിക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇടയ്ക്ക് വെച്ച് ചിലര് വഴക്കിന് വന്നു. അവനോട് രക്ഷപ്പെട്ടോന്ന് പറഞ്ഞ് ഞാൻ ഓടി. അവനും ഓടിയെന്നാ ഞാൻ കരുതിയേ. സുശീലയും പെൺമക്കളും ഇത് കേട്ടു. അർദ്ധശങ്കയോടെ അവർ പരസ്പരം ഒന്നു നോക്കി. ഭദ്രവേഗം വാതിൽക്കലെത്തി. വല്ല കുഴപ്പവും ഉണ്ടായി കാണുമോ ചിറ്റപ്പ? ഏയ്, അതിനുള്ള സാധ്യതയില്ല. എങ്കിലും ആ സാധ്യത തള്ളിക്കളയാനും പറ്റത്തില്ല. ഭദ്രയുടെ പുരികം ഒന്ന് ചുളിഞ്ഞു നിവർന്നു. ചിറ്റപ്പൻ ഇങ്ങനെ ഒന്നും തൊടാതെ പറയാതെ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ. എന്നാ പറയാം. സുഗുണന് ദേഷ്യം വന്നു. അവരവനെ തട്ടിക്കാണും. ഏയ്, അതിനിടയില്ല. ഞങ്ങളുടെ ഏട്ടൻ ഒരാണാ. അല്ലാതെ ചിറ്റപ്പനെ പോലെ അടിയുന്നോ പിടിയുന്നോ കേൾക്കുമ്പോ വാലും താഴ്ത്തി ഓടുന്നവനല്ല. സുഗുണൻ വിളറിപ്പോയി. ചുമ്മാതല്ല കയറം പൊട്ടിച്ച് പത്തനാപുരത്തുനിന്ന് പോരേണ്ടി വന്നത്. നാക്കേന്ന് വീടുന്നത് കേട്ടില്ലേ? കാർത്തിയാനി പല്ല് കടിച്ചു. തക്ക ഒരു മറുപടി കൊടുക്കാൻ ഭദ്ര നാവനക്കി. പക്ഷേ സുശീല ശബ്ദമുയർത്തി വിളിച്ചു. ഭദ്രേ! ഓ, നിർത്തി. അവൾ തിരികെ വന്നു. ഇനി അമ്മ തന്നെ പോയി സഭ്യമായ ഭാഷയെ തിരക്കിയാട്ടെ ഏട്ടന് എന്ത് പറ്റിയെന്ന്. അവളെ തുറച്ചൊന്നു നോക്കിയിട്ട് സുശീല സുഗുണന്റെ അടുത്ത് ചെന്നു. ആ പെണ്ണ് വല്ലതും പറഞ്ഞെന്ന് കരുതി പിണങ്ങല്ലേ സുഗുണ. എന്റെ കുട്ടിക്ക് എന്തു പറ്റിയെന്ന് ഒന്ന് തിരക്കിയിട്ടെങ്കിലും വാ. അയ്യടാ. സുഗുണന്റെ മുഖം മുറുകി. അവനെ തിരക്കാനും പൊക്കിയെടുത്തോണ്ട് നടക്കാനും ഈ കൊളവള്ളിക്കാര് മൊത്തമില്ലേ? പിന്നെ ഞാനെന്തിനാ? ഇപ്പോൾ കഥ അങ്ങനെയായി അല്ലേ സുഗുണ? നിന്നോട് അയാൾക്ക് ദേഷ്യമുണ്ടായതല്ലേ എന്റെ ഭർത്താവ് മരിക്കാനും ഇന്ദ്രൻ അവരുടെ ശത്രുവാകാനും കാരണം? പുച്ഛത്തോടെയാണ് സുശീല തിരക്കിയത്. സുഗുണനിൽ നിന്ന് അതിന് മറുപടി കിട്ടിയില്ല. എന്റെ മോന് മരിക്കാനാണ് യോഗമെങ്കിൽ ഇനി അതും ഞങ്ങളങ്ങ് സഹിക്കും. അല്ലാതെന്ത് ചെയ്യാനാ? അവർ തിരിഞ്ഞ് പെൺമക്കളുടെ അടുത്തേക്ക് പോയി. രാത്രി വളരെ ഇരുട്ടുവോളം മൂവരും ഇന്ദ്രനെ കാത്തിരുന്നു. അവൻ വന്നില്ല. സുശീലയും പെൺമക്കളും അന്ന് അത്താഴം കഴിച്ചില്ല. സുഗുണനും കുടുംബവും കാര്യമായിട്ടൊന്നും സംഭവിക്കാത്തതുപോലെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയും ചെയ്തു. നേരം പുലർന്നിട്ടും ഇന്ദ്രൻ മടങ്ങി വന്നില്ല. സുഗുണൻ രാവിലെ തന്നെ വേഷം മാറി എങ്ങോട്ടോ പോകുകയും ചെയ്തു. എങ്ങനെ മക്കളെ, അവനെ ഒന്ന് തിരക്കണ്ടേ? സങ്കടത്തോടെ സുശീല പെൺമക്കളെ നോക്കി. ഞാൻ ജംഗ്ഷൻ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അമ്മേ. ഭദ്ര തയ്യാറായി. നീ ഒറ്റയ്ക്ക് പോകണ്ട, എന്നാൽ ഞാനും വരാം. അമ്മയെന്ന് ചുമ്മാതിരിക്കി. ഈ ഭദ്രയെ അത്ര വേഗം ഒരുത്തനും മൂക്കിൽ കേറ്റത്തില്ല. അവൾ പോകാനൊരുങ്ങി. ഞാൻ വരാം ഭദ്രേ. അരുണ ഇറങ്ങി വന്നു. പിന്നിൽ നിന്ന് കാർത്തിയാനിയുടെ വിളി വന്നു. അരുണേ, ദിവസം 4-5 നീ പണിക്ക് പോയിട്ട്. ചുമ്മാതെ കിഴക്കോട്ട് കാലം നീട്ടിയിരുന്നാൽ
അണ്ണാക്കിലേക്ക് ഒന്നും പോകത്തില്ല. വേഗം ഒരുങ്ങി പണിക്ക് പോകാൻ നോക്ക്. അരുണ ഒന്നും പറ്റാത്ത മട്ടിൽ സങ്കടത്തോടെ നിന്നു. ചേച്ചി വിഷമിക്കേണ്ട, ഞാൻ പോയി വരാം. ഭദ്ര ധൃതിയിൽ കുളവള്ളിയിലേക്ക് നടന്നു. കടയിൽ ചാക്കോ ഉണ്ടായിരുന്നു. അവളെ കണ്ടതേ അയാൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. എന്താ മോളെ? അവൾ കാര്യം പറഞ്ഞു. ചാക്കോയുടെ നെറ്റി ചുളിഞ്ഞു. വിവേചിച്ചറിയാനാവാത്ത ഒരു ഭാവം ആ മുഖത്ത് തെളിഞ്ഞു. മോള് വീട്ടിൽ പൊയ്ക്കോ, ഞാൻ തിരക്കിയിട്ട് വരാം. ചാക്കോ അപ്പോൾ തന്നെ ചിലരെ വിളിച്ചു കാര്യം പറഞ്ഞു. അവർ അന്വേഷണം തുടങ്ങിയത് കണ്ടിട്ടാണ് ഭദ്ര മടങ്ങിയത്. വീട്ടിലെത്തിയപ്പോഴേക്കും അരുണ പണിക്ക് പോയി കഴിഞ്ഞിരുന്നു. അവൾ അമ്മയോടും ലക്ഷ്മിയോടും കാര്യം പറഞ്ഞു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ ചാക്കോയും വേറെ ചിലരും വിയർത്തു കുളിച്ച് അങ്ങോട്ട് കയറി വന്നു. കണ്ടോ ചേട്ടാ ഞങ്ങളുടെ അണ്ണനെ? ഭദ്രയാണ് തിരക്കിയത്. ഇല്ല. ചാക്കോയുടെ ശബ്ദം താണിരുന്നു. എന്റെ കുഞ്ഞിനെ നേതാവാക്കിയപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊരു ഉത്സാഹമായിരുന്നു. സുശീലയുടെ ഭാവം മാറി. എന്നിട്ടിപ്പം അവരെന്തിയെ? ഇന്ദ്രന്റെ അമ്മ വിഷമിക്കരുത്. ഈ കുളവള്ളിക്കാരുടെ പ്രാർത്ഥന മുഴുവൻ ഇന്ദ്രനോടൊപ്പമുണ്ട്. ഞങ്ങളുടെ നേതാവിന് ഒന്നും പറ്റത്തില്ല. പറ്റാൻ ഞങ്ങളും സമ്മതിക്കത്തില്ല. എന്തോ തീരുമാനിച്ചുറച്ച മട്ടിൽ ചാക്കോ അവിടെ നിന്നിറങ്ങി. ജംബുവിനെയും കൂക്കറയും ചാക്കനെയും ഒക്കെ വിളിച്ചുകൂട്ടി. വിശദമായ ഒരു തിരച്ചിൽ തന്നെ നടന്നു. വനത്തിൽ വരെ ആ സംഘം പോയി. ഇന്ദ്രനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. വൈകിട്ട് പണി കഴിഞ്ഞെത്തിയ അരുണ വല്ലാതെ തളർന്നിരുന്നു. പോയി കുളിക്കടി, കാർത്തിയാനി ഒച്ചയുയർത്തി. നിന്റെ മട്ടും ഭാവവും കണ്ടാൽ ആദ്യമായിട്ടാ പണിക്കിറങ്ങുന്നതെന്ന് തോന്നുമല്ലോടി. അമ്മയെ കത്തുന്ന ഭാവത്തിൽ ഒന്ന് നോക്കിയിട്ട് അരുണ കിണറ്റിൻകരയിലെ മറപ്പുരയ്ക്കടുത്തേക്ക് പോയി. അതിനിടെ കണ്ണു തുടയ്ക്കുന്നത് ലക്ഷ്മി കണ്ടു. ആ ദിവസവും പോയി. ഇന്ദ്രൻ മടങ്ങി വന്നില്ല. സുശീലയ്ക്കും പെൺമക്കൾക്കും ആധിയായി. ഒരു ഗ്രാമം മുഴുവൻ ഇന്ദ്രന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? ഇന്ദ്രന്റെ തിരോധാനത്തോടുകൂടി മാസ്തിയും കൂട്ടരും വീണ്ടും കൊളവള്ളിയിൽ തലയുയർത്തി നടന്നു തുടങ്ങി. മാസ്തി ചാക്കോയുടെ കടയിലെത്തി. ഒരു പാക്കറ്റ് സിഗരറ്റ് താ. ചാക്കോ എടുത്തു കൊടുത്തു. കാശ് തരാൻ മനസ്സില്ല, അല്ലെങ്കിൽ താനൊന്ന് വാങ്ങിക്കാൻ നോക്ക്. ചാക്കോ നിസ്സഹായനായി. മാസ്തി അട്ടഹസിച്ചു. ആ വരത്തൻ പട്ടിയെ നേതാവാക്കിയതിൽ നല്ല പങ്കുണ്ട് തനിക്ക്. ഞങ്ങൾക്കറിയാം. വൈരൻ ഒന്ന് പുറത്തു വന്നോട്ടെ. ആദ്യം തന്റെ ഈ കട ഞങ്ങൾ കത്തിക്കും. ഞാനെന്ത് ചെയ്തെന്നാ മാസ്തി പറയുന്നേ? അതൊക്കെ തനിക്ക് വഴിയെ മനസ്സിലായിക്കോളും. തങ്ങൾ വീണ്ടും ഈ ഗുണ്ടകളുടെ അടിമകളാകാൻ പോകുകയാണെന്ന് ചാക്കോ അറിഞ്ഞു. പതുക്കെ പതുക്കെ കുളവള്ളിയിൽ ആ വാർത്ത പരന്നു. മാസ്തിയും കൂട്ടരും ഇന്ദ്രനെ കൊന്നു. ഇരിപ്പൂട് കോളനിക്കടുത്തുള്ള ഷാപ്പിൽ വെച്ചാണ് മാസ്തി അത് പറഞ്ഞതുപോലും. സ്പിരിറ്റ് കലർത്തിയ സ്പീഡ് എന്ന കള്ളു കുടിച്ചുകൊണ്ട്. അവനുണ്ടല്ലോ ആ കിഴങ്ങൻ, കൊളവള്ളിക്കാരുടെ പുതിയ രക്ഷകൻ. അവനിനി വരത്തില്ല. അവനെ ജീവനോണ്ടിനി ആരും കാണാനും പോകുന്നില്ല. ചത്തവൻ തിരിച്ചു വരുമോ? സുഗുണനാണ് വീട്ടിൽ വന്ന് വിവരം പറഞ്ഞത്. അതുകൊണ്ട് ഇന്ദ്രനെ ഇനി ആരും പ്രതീക്ഷിക്കണ്ട. സുശീലയുടെയും പെൺമക്കളുടെയും നിലവിളി ആ വീട്ടിൽ നിന്ന് ഉയർന്നു. ആ നേരത്ത് കബനി നദിക്ക് അക്കരെ ബൈരക്കുപ്പയിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ കിഴക്കുമാറി പരുത്തിത്തോട്ടത്തിന് നടുവിലെ ഒരു കൊച്ചു കെട്ടിടം. അതിന്റെ പിന്നിലെ മുറിയിൽ പുല്ലുവിരിച്ച ഒരു കിടക്കയിൽ കണ്ണു തുറക്കുകയായിരുന്നു ഇന്ദ്രൻ. അവിടെ കിടന്നുകൊണ്ട് അവൻ ചുറ്റും നോക്കി. ഒരിടുങ്ങിയ മുറി, പുല്ലുമേഞ്ഞ മേൽക്കൂര, കിടക്കക്കരികിൽ ചാക്കിൽ എന്തൊക്കെയോ അട്ടിയിട്ടിരിക്കുന്നു. ഇനി ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല അതിനുള്ളിൽ. കിടക്കയോട് ചേർന്നൊരു കൊച്ചു ജനൽ, വെറും കമ്പുകൾ പാകി ഉണ്ടാക്കിയതാണത്. മുറിയിൽ മത്ത് പിടിപ്പിക്കുന്ന ഒരു ഗന്ധം തങ്ങി നിൽക്കുന്നു. എവിടെയാണ് താൻ? അവൻ ചാടി എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. ശരീരം ഒരു മുറിച്ചിട്ട വാഴപ്പിണ്ടി കണക്കെ നിർജീവമായിരിക്കുന്നു. എന്താണ് തനിക്ക് പറ്റിയത്? പൊടുന്നനെ മനസ്സിനുള്ളിൽ ഒരു ഇടിമിന്നൽ ചുറ്റിപ്പുളഞ്ഞു. ചിറ്റപ്പനുമായി താൻ പാറപ്പുറത്ത് നിൽക്കുമ്പോൾ ഹോ, കാതിൽ ആയുധങ്ങൾ പുളയുന്നതിന്റെ സീൽക്കാരം മുഴങ്ങി നിൽക്കുന്നു. വാഴപ്പിണ്ടി കണക്കെ കൊത്തിയെരിയപ്പെടുകയാണ് തന്റെ ശരീരം. ചീറ്റിത്തെറിക്കുന്ന ചോര, ആക്രോശങ്ങൾ, പച്ചച്ചോരയുടെ മനം മടുപ്പിക്കുന്ന ഗന്ധം. പിന്നെ കൈകാലുകളും ശിരസും കെട്ടിമുറുക്കുന്നു. വെള്ളത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു. ഇരുൾ നിറഞ്ഞ വെള്ളത്തിലൂടെ താഴേക്ക് താഴേക്ക്. വാ തുറക്കണമെന്നുണ്ട്, കൈകാലുകൾ കൊണ്ട് ആഞ്ഞു തുഴയണമെന്നുണ്ട്. കഴിയുന്നില്ല. ആ താൻ എങ്ങനെ ഇവിടെ എത്തി? പെട്ടെന്ന് വെള്ളം വീഴുന്ന ഒച്ച. ജനാലയ്ക്ക് തൊട്ടപ്പുറത്താണ്. ജിജ്ഞാസ അടക്കാനാവാതെ അവൻ തലയുയർത്തി. കഴിയുന്നില്ല. ശ്വാസം പിടിച്ച് ഒന്നുയർന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഒറ്റ നിമിഷം. അവിടെ അരയിൽ മാത്രം തുവർത്ത് ചുറ്റിയ ഒരു യുവതി. കുളിക്കുകയാണവൾ. ഇന്ദ്രൻ പെട്ടെന്ന് തല താഴ്ത്തി. ആരാണവൾ?
പഴുത്ത ഗോതമ്പിന്റെ നിറവും അല്പം ചെമ്പിച്ച തലമുടിയുമുള്ളവൾ. മുഖത്തിന്റെ മാറിന്റെയും ഒരു വശം മാത്രമേ കണ്ടുള്ളൂ. സൃഷ്ടിയിൽ ബ്രഹ്മാവ് കനിഞ്ഞനുഗ്രഹിച്ചതോ? അവളുടെ മേനിയിൽ ജലകണികകൾക്ക് പൊന്നിന്റെ തിളക്കം. എന്തോ സംശയം തോന്നിയതുപോലെ അവൾ മാറിൽ കൈപിണച്ചുകൊണ്ട് ജനാലയിലൂടെ അകത്തേക്ക് എത്തി നോക്കി. വിടർന്ന മിഴികളും ചുവന്ന അധരങ്ങളും വട്ടമുഖവുമുള്ള അവൾക്ക് ബാലസൂര്യന്റെ ശോഭ. ഇന്ദ്രൻ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു കളഞ്ഞു. പാഞ്ചാലി! കെട്ടിടത്തിന് മുന്നിൽ നിന്നൊരു വിളിയൊച്ച. ദാ വരുന്നച്ച! ആ ശബ്ദത്തിന് പോലും എന്തൊരു മാധുര്യം! വളരെ വേഗം അവൾ അവിടെ നിന്നും മാറുന്നതിന്റെ ഒച്ച കേട്ടു. ഇന്ദ്രൻ വീണ്ടും തലയുയർത്തി ആ കൊച്ചു ജനാലയിലൂടെ നോക്കി. നോക്കെത്തുന്ന ദൂരത്തോളം പരുത്തിത്തോട്ടം. അതിനിടയിൽ ഒരു റോഡ്. അതിലൂടെ പൊടി പറത്തിക്കൊണ്ട് പാഞ്ഞു വരുന്ന ഒരു ചുവന്ന ജീപ്പ്. അത് കെട്ടിടത്തിനരികിൽ ബ്രേക്കിടുന്ന ശബ്ദം. ചതിച്ചല്ല മോളെ, അവനെ കാണും. ഭിത്തിക്കപ്പുറത്തു നിന്ന് പുരുഷ ശബ്ദം. നേരത്തെ പാഞ്ചാലി എന്ന് വിളിച്ച ആള് തന്നെ. ഇനി എന്തു ചെയ്യും അച്ഛ? എനിക്ക് പേടി തോന്നുന്നു. പാഞ്ചാലിയുടെ ശബ്ദം കരയുന്നത് പോലെയായി. ഇന്ദ്രന്റെ നെഞ്ചിടിപ്പേറി. താൻ അപകടത്തിലാണെന്ന് അവനും ബോധ്യമായി. സർവശക്തിയും സമാഹരിച്ച് അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ശരീരം വഴങ്ങുന്നില്ല. ഇടിച്ചു നുറുക്കിയതുപോലെയോ വിണ്ടുകീറിയതുപോലെയോ ഉള്ള വേദന. പുറത്ത് ഉച്ചത്തിലുള്ള സംസാരം കേട്ടു. എന്താ കൃഷ്ണ, നിനക്കൊരു പരിഭ്രമം പോലെ? അല്ല, മുന്നറിയിപ്പില്ലാതെ വന്നുകൊണ്ട്. മുന്നറിയിപ്പില്ലാതെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നുകൂടെ? എവിടെയോ താൻ കേട്ടിട്ടുണ്ട് ആ ശബ്ദമെന്ന് അവന് തോന്നി. സകല ഈശ്വരന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു വട്ടം കൂടി ഇന്ദ്രൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇത്തവണ അവനത് സാധിച്ചു. പക്ഷേ വേദന കൊണ്ട് അറിയാതെ ഉയർന്ന ശബ്ദം അവൻ കടിച്ചമർത്തി. കട്ടിലിൽ പിടിച്ചുകൊണ്ട് വല്ലവിധേനയും അവൻ ചായയിട്ടിരുന്ന പലക തറച്ച വാതിൽക്കലേക്ക് നീങ്ങി. കാൽവെള്ളയിൽ നിന്ന് 1000 സൂചികൾ അകത്തേക്ക് തറഞ്ഞിറങ്ങുന്ന അനുഭവം. സാധനമെന്തിയെ, ഞങ്ങളൊന്ന് കാണട്ടെ. പാഞ്ചാലിയെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ടാണ് അയാൾ പറഞ്ഞത്. 4 പേരുണ്ടായിരുന്നു അവർ. നോക്കാനൊന്നുമില്ല, പറഞ്ഞത്രയും ഉണ്ട്. പാഞ്ചാലി അവരെ തടയാനാഞ്ഞു. അങ്ങോട്ട് മാറി നിക്കടി, ഞങ്ങള് കാണാതിരിക്കാൻ നീ അവിടെ ഏതാണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? മുന്നിൽ വന്നവൻ അവളെ ഒരു വശത്തേക്ക് തള്ളിമാറ്റി. പാഞ്ചാലിയുടെ മുഖം ചോര വറ്റിയതുപോലെ വിളറി. വാതിലിന്റെ പലകകൾക്കിടയിലൂടെ തന്റെ മുറിക്ക് നേരെ വരുന്നവരെ കണ്ട് ഇന്ദ്രനും നടുങ്ങി. അധ്യായം 8. മാസ്തീൻ സംഘവുമായിരുന്നു അത്. അവർക്ക് പിന്നിൽ വിളറി വിയർത്ത് നിൽക്കുകയാണ് കൃഷ്ണനും പാഞ്ചാലിയും. അച്ഛാ! നിലവിളിക്കും പോലെ പാഞ്ചാലി ശബ്ദം താഴ്ത്തി കൃഷ്ണനെ നോക്കി. അയാൾ മകളുടെ കൈ പിടിച്ചമർത്തി. മിണ്ടല്ലേ കുട്ടി. മാസ്തി ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. ഇപ്പോൾ പിടിവീഴും. പാഞ്ചാലി ഭിത്തിയിൽ ചാരി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇനി എന്തൊക്കെയുണ്ടാകുമോ ആവോ. അവർ കൊല്ലാൻ വേണ്ടി നദിയിലെറിഞ്ഞ മനുഷ്യനെ താൻ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് കണ്ടാൽ പാഞ്ചാലി കുടുകുടെ വിയർത്തു. ബോധം തെളിയും മുൻപ് തന്നെ ആ മനുഷ്യനെ അവർ കൊല്ലും. പിന്നീട് തങ്ങളെയും. എന്നിട്ടൊടുവിൽ ഈ പരുത്തിത്തോട്ടത്തിൽ തങ്ങൾക്ക് പട്ടട തീർക്കും. അല്പനേരം കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും കേൾക്കാഞ്ഞപ്പോൾ പാഞ്ചാലിക്കും കൃഷ്ണനും സംശയമായി. കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനെ അവർ കണ്ടില്ലെന്നോ? മുറിയിൽ അട്ടിയിട്ടിരിക്കുന്ന ചാക്കുകൾ എണ്ണി നോക്കിയിട്ട് മാസ്തിയും സംഘവും പുറത്തു വന്നു. ഇതെന്തിനാ കൃഷ്ണ ഇതിനുള്ളില് കട്ടിലിട്ടേക്കുന്നേ? വിലപിടിപ്പുള്ള സാധനമല്ലേ അകത്തിരിക്കുന്നേ? കൃഷ്ണന്റെ ഒച്ച വിറച്ചു. ഒരു കരുതലായിക്കോട്ടെ എന്ന് വിചാരിച്ച. നന്നായി. അപ്പോൾ ഞങ്ങൾ അടുത്തയാഴ്ച വരും കൊണ്ടുപോകാൻ. അയാളുടെ കണ്ണുകൾ വീണ്ടും പാഞ്ചാലിയെ അടിമുടി ഒഴിഞ്ഞു. അവൾ മുഖം താഴ്ത്തി. ഞങ്ങൾ പോവാ. ആ സംഘം ജീപ്പിൽ കയറി. പരുത്തിത്തോട്ടത്തിന് നടുവിലെ പൊടി നിറഞ്ഞ റോഡിലൂടെ അത് പാഞ്ഞുപോയി. കുറെ നേരത്തേക്ക് പൊടിപടലങ്ങൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ജീപ്പിന്റെ ശബ്ദവും നിലച്ചപ്പോൾ പാഞ്ചാലി പിടഞ്ഞുണർന്നു. അവൾ ആ കൊച്ചുമുറിയിലേക്ക് ഓടി. പിന്നാലെ കൃഷ്ണനും. അകത്തേക്ക് കാൽവെച്ച അവർ ഇത് കർത്തവ്രത മൂഢരായി അമ്പരന്ന് നിന്നുപോയി. കട്ടിൽ ശൂന്യമായിരുന്നു. ഇന്ദ്രൻ എവിടെ പോയി? അല്പം മുൻപ് ഈ കട്ടിലിൽ കിടക്കുന്നത് താൻ കണ്ടതാണല്ലോ. പാഞ്ചാലി കട്ടിലിനടിയിലേക്ക് നോക്കി. അവിടെയുമില്ല. അയാള് പിന്നെന്തിയെ? സ്വയം എന്ന വണ്ണം കൃഷ്ണൻ പിറുപിറുത്തു. പെട്ടെന്ന് ഒരു ഞരക്കം കേട്ടു. പാഞ്ചാലി വെട്ടിത്തിരിഞ്ഞ് വാതിൽ പലക നീക്കി നോക്കി. അവിടെ ചാക്കുകളോട് ചേർന്നുള്ള ഇത്തിരി സ്ഥലത്ത് ഭിത്തിയോടൊട്ടിയ പോലെ അവൻ നിൽക്കുന്നു. ഇന്ദ്രൻ. വാതിൽ തുറന്ന് അവിടേക്ക് ചേർന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ടെന്ന് വിശ്വസിക്കാനേ കഴിയുമായിരുന്നില്ല. വിശ്വാസം വരാതെ കൃഷ്ണനും പാഞ്ചാലിയും നിന്നു. ഏയ്! പാഞ്ചാലി ഇന്ദ്രന്റെ തോളിൽ തൊട്ടു. അടുത്ത നിമിഷം ഒരു നിശ്ചല പ്രതിമ കണക്കെ ഇന്ദ്രൻ അവളുടെ ശരീരത്തിലേക്ക് വീണു. ഒന്ന് പിടിക്കച്ച.
കൃഷ്ണനും കൂടി വന്ന് അവനെ താങ്ങി. ഇരുവരും ചേർന്ന് അവനെ കട്ടിലിൽ കൊണ്ടു കിടത്തി. അപ്പോൾ അവന് സ്വബോധം ഉണ്ടായിരുന്നില്ല. പത്തനാപുരത്ത് ശകുന്തളയെ കാണാതായിട്ട് ഒരാഴ്ചയാവുകയായിരുന്നു. ശിവജി പലവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി. സ്വന്തമായ രീതിയിലും അന്വേഷണം നടത്തി. യാതൊരു വിവരവുമില്ല. ശിവജിയുടെ വീട്ടിൽ ശ്മശാന മൂകതയായിരുന്നു. അടുപ്പിൽ തീ പുകഞ്ഞിട്ട് തന്നെ ദിവസങ്ങളായി. ഇതിനിടെ ഇന്ദ്രൻ വിളിച്ചോ എന്നറിയാൻ അവൻ സനേഷിന്റെ ബൂത്തിൽ പോയി തിരക്കി. ഇല്ലെന്ന് മറുപടിയും കിട്ടി. അവൻ പണിക്ക് പോയിട്ട് ദിവസങ്ങളായി. പലരും തിരക്കി വന്നു. ഇനി പെങ്ങളെ കാത്തിരുന്നിട്ട് അർത്ഥമില്ലെന്ന് തോന്നിയ അവൻ പത്തനാപുരത്തെ ഓട്ടോ സ്റ്റാൻഡിലെത്തിയപ്പോൾ അലാറം തങ്കപ്പൻ അടുത്തു വന്നു. ഞാൻ ശിവജിയെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. എന്താ ചേട്ടാ? നീ വണ്ടിയിൽ കയറ്, പറയാം. ഇവിടെ നിന്ന് നമ്മൾ സംസാരിച്ചാൽ പലരും ശ്രദ്ധിച്ചെന്നിരിക്കും. ശിവജിയെ ഓട്ടോയിൽ കയറ്റി പുനരൂർ ഭാഗത്തേക്ക് പോയി തങ്കപ്പൻ. ഒരു ഒഴിഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ ഓട്ടോ നിർത്തി. നമ്മൾ വിശ്വനെ തിരക്കി ബാങ്കർ സത്യനേശന്റെ വീട്ടിൽ പോയില്ലേ? അന്ന് വാച്ചർ പറഞ്ഞതുപോലെ വിശ്വൻ പീരുമേടിന് പോയിരുന്നില്ല. പിന്നെ? ശിവജിയുടെ കണ്ണ് തള്ളി. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ചിതൽവെട്ടിയിലെ വാറ്റ് കേന്ദ്രത്തിൽ. ശിവജിയുടെ നെറ്റി ചുളിഞ്ഞു. ചേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു? നമ്മുടെ മാത്തൻ വെളുപ്പിനെ ഒരു ഓട്ടം പോകുന്ന വഴിക്ക് വണ്ടിയിൽ എതിരെ വരുന്ന വിശ്വനെ കണ്ടുപോലും. ശിവജിയുടെ മനസ്സിൽ ഒരു മുള്ളു തറച്ചു. ശകുന്തള അവന്റെ പിടിയിൽ പെട്ടിരുന്നോ? അറിയണം. ശിവജിയുടെ കണ്ണുകൾ വൈരപ്പൊടി വീണതുപോലെ തിളങ്ങി. നന്ദി ചേട്ടാ, തൽക്കാലം ഈ വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അലാറം തങ്കപ്പൻ തലയാട്ടി. അന്ന് രാത്രി 11 മണിയോടുകൂടി ചിതൽവെട്ടിയിലെത്തി ശിവജി. പാറക്കെട്ടുകൾക്കിടയിലൂടെ ആയാസപ്പെട്ട് വാറ്റ് കേന്ദ്രത്തിന് പിന്നിലെത്തി. മുറ്റത്ത് ഒരു ജീപ്പും ടെമ്പോയും കിടക്കുന്നത് കണ്ടു. കെട്ടിടത്തിനുള്ളിൽ ആളനക്കമുണ്ട്. അവിടേക്ക് കയറി ചെന്നാൽ തന്നെ കൂടി കൊത്തിയരിഞ്ഞ് അവർ ചാരായമാക്കുമെന്ന് ശിവജിക്കറിയാം. അവൻ കാത്തിരുന്നു. ചീവീടുകളുടെ കരച്ചിലും കാതുകൾക്കരികിൽ കൊതുകുകളുടെ മൂളലും. സമയം പിടഞ്ഞു വീണുകൊണ്ടിരുന്നു. അപ്പോൾ കണ്ടു വലിയ കന്നാസുകൾ കൊണ്ടുവന്ന് ജീപ്പിൽ കയറ്റുന്നു. 6 കന്നാസുകൾ കയറ്റിക്കഴിഞ്ഞു. കൊണ്ടുകൊടുത്ത് നേരം വെളുക്കും മുമ്പേ ഇങ്ങി വരണം. ജാക്കി വാസു ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. ഡ്രൈവർ ജീപ്പിൽ കയറി. വാസു പിന്തിരിഞ്ഞ് കെട്ടിടത്തിനുള്ളിലേക്കും. കാടുകളുടെ മറവ് പറ്റി ശിവജി ജീപ്പിനടുത്തേക്ക് നീങ്ങി. ഡ്രൈവർ ജീപ്പ് റോഡിലേക്കിറക്കി. റോഡ് രണ്ടായി പിരിയുകയാണ്. ഒന്ന് പത്തനാപുരത്തിനും അടുത്തത് ചാച്ചിപ്പുന്ന വഴി പുന്നലയ്ക്കും. ഡ്രൈവർ പുന്നലയ്ക്ക് ജീപ്പ് തിരിച്ചു. ഇളപ്പുപാറ കനാൽ റോഡിലേക്ക്. കഷ്ടിച്ച് ജീപ്പ് പോകാവുന്ന വഴി. കനാലിന്റെ ഓരത്ത് വളർന്നു നിൽക്കുന്ന കാളപ്പുല്ലുകൾ. ഒരു കൊടും വനത്തിന്റെ പ്രതീതിയാണ്. കല്ലുകൾക്ക് മുകളിലൂടെ ചാഞ്ഞും ചരിഞ്ഞും ജീപ്പ് പോയി. ഏതാണ്ട് 3.5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ പെരുന്തക്കുഴിയിലെത്തി. കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ അക്വഡക്റ്റാണ് മുന്നിൽ. അതിനു കുറുകെ അപ്പുറത്തേക്കിറങ്ങാൻ ജീപ്പ് ഭാവിച്ചതും ഡ്രൈവറുടെ കഴുത്തിൽ ഒരു കത്തിമുന മുട്ടി. ജീപ്പ് നിർത്തട നായേ. കിടുങ്ങിപ്പോയ ഡ്രൈവർ ജീപ്പ് നിർത്തി. പിന്നോട്ടെടുത്ത് ഇടത്തേക്ക് റോഡിൽ നിന്ന് നീക്കി നിർത്ത്. അടുത്ത ആജ്ഞ. ഇല്ലെങ്കിലോ നിന്റെ കഴുത്തു മുറിച്ച് തല ഞാൻ കനാലിൽ വലിച്ചെറിയും. പറയുക മാത്രമല്ല ശിവജി പതുക്കെ ഒന്ന് കത്തി ചലിപ്പിക്കുകയും ചെയ്തു. തന്റെ കഴുത്തിൽ മുറിവ് പറ്റിയതുപോലെ തോന്നിയ ഡ്രൈവർക്ക് അനുസരിക്കുകയേ തരമുണ്ടായിരുന്നുള്ളൂ. ഇനി റോഡിലൂടെ ഒരു വണ്ടി വന്നാൽ തന്നെ അത്ര വേഗം ആ ജീപ്പ് കാണുമായിരുന്നില്ല. എഞ്ചിൻ ഓഫ് ചെയ്ത് ലൈറ്റ് അണക്കി, ശിവജി പറഞ്ഞു. ഡ്രൈവർ അപ്രകാരം ചെയ്തു. വലത് കൈയിലെ കത്തി മാറ്റാതെ തന്നെ ശിവജി ഒരു കന്നാസിന്റെ അടപ്പ് തുറന്നു. അത് ജീപ്പിലേക്ക് ചെരിച്ചു. ചാരായം പരന്നൊഴുകി. അസഹ്യമായ ഗന്ധം. പകുതിയിലേറെ ചാരായം കൊണ്ട് ജീപ്പ് കുതിർത്തിട്ട് കന്നാസ് കാൽമുട്ടിയിലേക്ക് ഉയർത്തിവെച്ച് അവൻ ഡ്രൈവറുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു. ഏയ്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഡ്രൈവർ കുതറി. പക്ഷേ കത്തി ഒന്നുകൂടി അമർന്നു. മരിക്കാൻ ഒരുങ്ങിത്തന്നാ ഞാൻ വന്നിരിക്കുന്നത്. കൂടെ നിന്നെയും കൊണ്ടുപോകുകയാ. ഞാൻ തീപ്പട്ടി ഉരയ്ക്കുന്നു. കണ്ണടച്ചോ. അയ്യോ വേണ്ട, ഡ്രൈവർ നിലവിളിച്ചു. പതുക്കെ. ശിവജിയുടെ ശബ്ദം മുറുകി. ആ പരിസരത്ത് വീടൊന്നുമില്ലെന്ന് ശിവജിക്കറിയാം. കുറച്ചു പിന്നിലായി ഒരു വീട് മാത്രം. ഞാൻ ചോദിക്കുന്നതിന് സത്യം മാത്രം പറഞ്ഞു തന്നാൽ നിനക്ക് ജീവനോടെ പോകാം. എന്താ? അയാൾ മിണ്ടിയില്ല. തീപ്പട്ടി ഉരയ്ക്കട്ടെ? വേണ്ട, ഞാൻ പറയാം. കഴിഞ്ഞയാഴ്ച ശകുന്തള എന്നൊരു പെണ്ണിനെ നിങ്ങളുടെ വാറ്റ് കേന്ദ്രത്തിൽ കൊണ്ടുവന്നില്ലേ? അവൾക്കെന്തു പറ്റി? അയാൾ ഉൾക്കടമായി ഒന്ന് ഞെട്ടിയെന്ന് കത്തിയുടെ ചലനത്തിലൂടെ ശിവജി അറിഞ്ഞു. നിങ്ങൾ ആരാ? കാലൻ. പക്ഷെ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ. കൂടുതൽ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. ചോദിക്കുന്നതിന്റെ ഉത്തരം മാത്രം മതി.
അവന്റെ ശബ്ദത്തിന് ഒന്നുകൂടി കട്ടുകൂടി. ശകുന്തളയെ അവിടെ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. എന്നിട്ട്? അയാൾ മൗനം. പറയട നായേ. കത്തി പിടിച്ചുകൊണ്ട് തലയ്ക്ക് പിന്നിൽ ഒറ്റയടി. അയ്യോ, മിണ്ടരുത്. നിലവിളി മുറിഞ്ഞു. അവൾ എന്തിയടാ? ചത്തു. ഏ? ശിവജിയുടെ തലയ്ക്കുള്ളിൽ ഒരു വെള്ളിടി പ്രകമ്പനം തീർത്തു. സ്വയം അടക്കാൻ അവൻ പാടുപെട്ടു. തന്റെ പെങ്ങൾ ചത്തതോ നിങ്ങൾ കൊന്നതോ എന്ന് ചോദിച്ചാൽ കത്തിമുന അയാളുടെ കഴുത്തിലെ തോൽ അല്പം പൊളിച്ചു. രക്തം താഴേക്കൊലിക്കുന്നത് ഡ്രൈവർ അറിഞ്ഞു. ഞാൻ പറയാം, കൊല്ലല്ലേ. പറ ആദ്യം. എല്ലാരും കൂടി കൈകാര്യം ചെയ്തപ്പം അവള് ചത്തു കാണും. ഓഹോ, അപ്പോൾ അക്കാര്യത്തിൽ നിനക്ക് തീർച്ചയില്ല? ഇല്ല. ആരൊക്കെയുണ്ടായിരുന്നു അവളെ പിച്ചു ചീന്താൻ? വിശ്വൻ മുതലാളി, പിന്നെ വാസു, അവിടെ ഉള്ളവരല്ല. നീയില്ലായിരുന്നു? എന്താ നിന്റെ പേര്? ചന്ദ്രൻ. അവളുടെ ശരീരം എന്തു ചെയ്തു? അതെനിക്കറിയത്തില്ല, സത്യം. വാസുവും എല്ലാം കൂടി വിറകിനകത്ത് വെച്ച് കെട്ടിക്കൊണ്ടുപോയി. ശിവജിയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. തന്റെ പെങ്ങളുടെ ശവം പോലും ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൻ ബാക്കി കന്നാസുകൾ കൂടി തുറന്നു ചിരിച്ചു. ജീപ്പ് ചാരായത്തിൽ കുളിച്ചു. ശരി, സത്യം പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ വിടുന്നു. കത്തി മാറ്റി ശിവജി പുറത്തേക്ക് ചാടി. മാനത്ത് നിലാവിന്റെ ഒരു തുണ്ടുപോലുമില്ല. ഇടതുവശത്തെ കുന്നു മുഴുവൻ കശുമാവിൻ തോപ്പാണ്. ഇരുൾ കാരണം അത് ഘോരവനം പോലെ തോന്നിച്ചു. എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന ലക്ഷ്യത്തോടെ ഡ്രൈവർ ചന്ദ്രൻ തിടുക്കത്തിൽ ജീപ്പ് പിന്നോട്ടെടുത്തു. മുന്നിൽ ഇറക്കമാണ്. ഗിയർ മാറ്റി അയാൾ ആക്സിലേറ്റർ ഞെരിച്ചു. അസ്ത്രം പോലെ മുന്നോട്ട് കുതിക്കാൻ ഭാവിക്കുകയായിരുന്നു ജീപ്പ്. പെട്ടെന്ന് ശിവജി തീപ്പെട്ടി ഉരച്ചെറിഞ്ഞു. മല പോലെ ഒരു നീലജ്വാല ജീപ്പിനെ പൊതിഞ്ഞു. അതിനിടയിൽ ചന്ദ്രന്റെ നിലവിളി. ഒരു തീഗോളമായി ജീപ്പ് റോഡിലൂടെ താഴേക്ക് പാഞ്ഞു. പിന്നെ വലത്തേക്ക്. കുറ്റിക്കാടുകളെ ഞെരിച്ചമർത്തി താഴേക്ക് പോയി. പോയ വഴിയൊക്കെ തീപിടിച്ച് കരിയിലകളും എരിയുന്നുണ്ടായിരുന്നു. അത് നോക്കി നിന്ന ശിവജി ക്രൂരമായി ഒന്ന് ചിരിച്ചു. പിറ്റേന്ന് രാവിലെയാണ് പൊരുന്തക്കുഴിയിൽ ഒരു ജീപ്പ് കരിഞ്ഞു കിടക്കുന്ന വാർത്ത പരന്നത്. കേട്ടവർ പത്തനാപുരത്ത് നിന്ന് ഓട്ടോയിലും ജീപ്പിലുമൊക്കെയായി അവിടേക്ക് പാഞ്ഞു. ഒരു കരിക്കട്ടയിൽ കമ്പികൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്ന ജീപ്പിന്റെ പ്രേതമാണ് അവിടെ ഉണ്ടായിരുന്നത്. താഴേക്കുള്ള വഴിയിൽ തിരിച്ചറിയാനാവാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞ ഒരു ശവശരീരവും. കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ ഒന്നും അറിയാത്തവനെ പോലെ ശിവജിയും ഉണ്ടായിരുന്നു. പോലീസ് എത്തി പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. തങ്ങളുടെ ജീപ്പും ഡ്രൈവറുമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വിശ്വനും മറ്റും തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ പുറത്തുവിട്ടില്ലെന്ന് മാത്രം. എന്നാൽ ഒരു കാര്യം ശിവജിക്ക് ഉറപ്പുണ്ടായിരുന്നു. ചന്ദ്രനെ കൊന്നതുപോലെ മറ്റുള്ളവരെ തീർക്കാൻ തനിക്ക് കഴിയില്ല. അതിന് പുതിയ തന്ത്രം മെനയേണ്ടിയിരിക്കുന്നു. ദിവസങ്ങൾ രണ്ടുകൂടി കഴിഞ്ഞു. ബാങ്കർ സത്യനേശൻ ആശുപത്രി വിട്ടു. വീട്ടിലെത്തിയ ഉടനെ അയാൾ വിശ്വനെ വിളിച്ച് ഗർജിച്ചു. ഇത്രയും ദിവസമായിട്ടും ആ കരുണനും കുടുംബവും എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല അല്ലേടാ? വിശ്വന്റെ തല താണു. ഞാൻ തിരക്കാവുന്ന വിധത്തിലൊക്കെ തിരക്കി അച്ഛ. പക്ഷേ അവർ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് ശിവജിക്ക് പോലും അറിയില്ല. അതൊക്കെ അവന്റെ അഭിനയമല്ലെന്ന് ആര് കണ്ടു? അല്ല, എനിക്കുറപ്പുണ്ട്. അവന്റെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ ആളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സത്യനേശൻ ഒന്ന് അമർത്തി മൂളി. കഴിഞ്ഞ ദിവസം നമ്മുടെ ജീപ്പും ഡ്രൈവറും കത്തിയെരിഞ്ഞത് എങ്ങനെയാണെന്നറിഞ്ഞോ? ഇല്ല. നമ്മുടെ ആളുകളും പോലീസും തിരയുന്നുണ്ട്. എങ്കിൽ കേട്ടോ, രണ്ടു കൂട്ടർക്കും യാതൊരു വിവരവും കിട്ടാൻ പോകുന്നില്ല. അച്ഛ, അതേടാ. കളിച്ചും കളി പഠിപ്പിച്ചുമാണ് ഞാൻ ഈ നിലവരെ എത്തിയത്. ഈ സംഭവത്തിന് ഒരേയൊരർത്ഥം മാത്രമേയുള്ളൂ. പത്തനാപുരത്തെക്കുറിച്ച് ശരിക്കറിയാവുന്ന ഒരാൾ നമ്മുടെ ശത്രുവായിരിക്കുന്നു. അത് വിശ്വസിക്കാനായില്ല വിശ്വന്. അതിന് ആർക്കാണച്ഛാ ധൈര്യം? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആർക്കെങ്കിലും. ക്ഷീണം തോന്നിയതിനാൽ സത്യനേശൻ സെറ്റിയിൽ ഇരുന്നു. ഞാൻ കണ്ടുപിടിച്ചു തരാം. അതെങ്ങനെയെന്ന് മാത്രം അയാൾ പറഞ്ഞില്ല. ആ നേരത്ത് ബൈരക്കുപ്പയ്ക്കടുത്തുള്ള പരുത്തിത്തോട്ടത്തിലെ ഷെഡിലിരുന്ന് പച്ചമരുന്ന് കലർത്തിയ പാൽക്കഞ്ഞി കുടിക്കുകയായിരുന്നു ഇന്ദ്രൻ. ശരീരത്തിലെ മുറിവുകൾ മുഴുവൻ കരിഞ്ഞിട്ടില്ലെങ്കിലും നല്ല ആശ്വാസമുണ്ടായിരുന്നു അവന്. കൃഷ്ണനും പാഞ്ചാലിയും അവനെ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചു. പാഞ്ചാലി വീണ്ടും പാത്രത്തിലേക്ക് കഞ്ഞി വിളമ്പാൻ ഭാവിച്ചപ്പോൾ അവൻ തടഞ്ഞു. മതി, കുറച്ചുകൂടി കഴിക്ക്. കൊളവള്ളിയുടെ രക്ഷകന് ആരോഗ്യം കിട്ടട്ടെ. വിളറിയ ഒരു ചിരിയുണ്ടായി അവന്റെ മുഖത്ത്. എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? നിങ്ങളൊക്കെ ആരാ? ആദ്യം ആരോഗ്യം ഭേദമാകട്ടെ, അതിനുശേഷം കഥകളൊക്കെ പറഞ്ഞു തരാം. പാഞ്ചാലി സൂത്രത്തിൽ ആ വിഷയം വിട്ടു.
സ്വബോധം വീണ്ടു കിട്ടിയപ്പോൾ മുതൽ ഇന്ദ്രൻ ചോദിക്കുന്നതാണിത്. പക്ഷേ പാഞ്ചാലിയോ കൃഷ്ണനോ അതിന് തക്കതായ ഒരു മറുപടി നൽകിയിട്ടില്ല ഇതുവരെ. സന്ധ്യ കഴിയുന്ന നേരത്ത് അവൻ പരുത്തിത്തോട്ടത്തിലെ റോഡിലൂടെ അല്പദൂരം നടക്കും. കൈകാലുകൾക്ക് അതൊരു നല്ല വ്യായാമമായിരുന്നു. വെട്ടിക്കീറിയ തന്റെ ശരീരം ഇത്ര വേഗം ഇങ്ങനെ ഭേദമായി തുടങ്ങിയതിൽ അത്ഭുതം തോന്നി അവന്. ഒരു നാൾ അവൻ നടന്നിട്ട് മടങ്ങി വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കള്ളിയെപ്പോലെ പാഞ്ചാലി പതുങ്ങി പതുങ്ങി പരുത്തിത്തോട്ടത്തിലേക്ക് പോകുന്നു. ആ യാത്ര എവിടേക്കെന്ന് അറിയാനുള്ള ഉത്കണ്ഠ തോന്നി ഇന്ദ്രന്. അവനും അവൾ അറിയാതെ പിന്നാലെ കൂടി. നദീതീരത്താണ് അവൾ എത്തിയത്. അവിടെ പാറപ്പുറത്ത് 4-5 ചെറുപ്പക്കാർ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പാഞ്ചാലി അവരുടെ അടുത്തെത്തി. എന്തോ അടക്കം പറഞ്ഞു. പിന്നെ പാറയ്ക്ക് അപ്പുറത്തേക്ക് പോയി. അങ്ങോട്ട് പോകുന്നത് അപകടമാണെന്ന് തോന്നി ഇന്ദ്രന്. എങ്കിലും ജിജ്ഞാസ അടക്കാനായില്ല. പാഞ്ചാലിയെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളുണ്ട്. 4-5 മിനിറ്റുകൾ കഴിഞ്ഞു. പാഞ്ചാലി മടങ്ങി വന്നില്ല. ഇന്ദ്രൻ രണ്ടും കൽപ്പിച്ച് അവിടേക്ക് ചെന്നു. പാറയ്ക്കപ്പുറം ശൂന്യമായിരുന്നു. പാഞ്ചാലിയോ യുവാക്കളോ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. തുടരും.